ശബരിമല സ്വർണ്ണമോഷണ കേസ് ചിലർക്ക് പാരഡിയായിരുന്നു. പാരഡി ഗാനം പാർലമെന്റിന്റെ മുറ്റത്ത് വരെ പോയി നിന്ന് പാടി ആസ്വദിച്ചു നടന്നു. പക്ഷേ നാടിനത് പാരഡിയേ ആയിരുന്നില്ല. അയ്യപ്പൻ്റെ മുതൽ കട്ടവന് കൂട്ടുനിന്നവനും ആ മുതൽ വാങ്ങിയെടുത്തവനുമൊക്കെ പിടിക്കപ്പെടണമെന്ന ഒറ്റ നിർബന്ധം. സർക്കാർ നൽകിയത് ഒരു വലിയ ഉറപ്പായിരുന്നു. ശബരിമല സ്വർണ്ണമോഷണത്തിലെ പ്രതികൾ ആരായാലും അവർ അഴിയെണ്ണും. പ്രതികളുടെ നിരയിലേക്ക് വന്നിരിക്കുന്നത് ശബരിമല തന്ത്രി തന്നെയാണ്, ദൈവതുല്യൻ. കവർച്ചയുടെ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് വാഴിച്ചത് തന്ത്രിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. പോറ്റിയുമായുള്ള തന്ത്രിയുടെ അടുപ്പം വെളിപ്പെടുത്തിയ മറ്റു പ്രതികളുടെ മൊഴികളും അതിന്മേൽ നടത്തിയ അന്വേഷണവുമാണ് തന്ത്രി കണ്ഠരര് രാജീവരർക്ക് കുരുക്കായത്. പോറ്റിയുടെ തെറ്റായ നടപടികൾക്ക് തന്ത്രി മൗനാനുവാദം നൽകി. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും സ്പോൺസറാക്കാൻ സഹായങ്ങൾ ചെയ്തതും തന്ത്രിയാണ്. ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികൾ സ്വർണം പൂശാനെന്ന വ്യാജേന അവ ചെന്നൈക്ക് പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാനുള്ള അനുമതി, താന്ത്രിക അനുമതി തന്ത്രി എന്ന നിലയിൽ രാജീവരർ ദേവസ്വം ബോർഡിന് നൽകി. തന്ത്രിയുടെ അറസ്റ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടത് നിരീക്ഷകൻ. ഇപ്പോൾ തന്ത്രിയെ, ഈ കേസിലെ 13ാം പ്രതിയായിട്ടുള്ള തന്ത്രിയെ കൊല്ലത്ത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ അല്പം മുമ്പ് കൈരളി ന്യൂസ് പുറത്തു വിട്ടിരുന്നു. അതിലെ വിശദാംശങ്ങൾ പലതും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ഒരു ആദ്യ ചർച്ച എന്ന നിലയിൽ പല ഭാഗങ്ങളും ഒരുപക്ഷെ ചർച്ചയ്ക്കും സഹായകരമാകും. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അത് പ്രാധാന്യമുള്ളതായി ഞാൻ കരുതുകയാണ്. ഞാൻ ആദ്യം നിജേഷിലേക്ക് വരികയാണ്. നിജേഷ്, ഇതിലെ ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ 2ാമത്തെ പേജിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമല ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്രകാരമിരിക്കെ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളിയും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച ശിവരൂപവും വ്യാളീരൂപവും അടങ്ങുന്ന 2 പ്രഭാമണ്ഡലപാളികളും അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീയതി പറഞ്ഞിട്ടുണ്ട്. 20/3/2009 പുറപ്പെടുവിച്ച പ്രൊസീഡിങ്സ് പ്രകാരം ഇളക്കിയെടുത്ത് സ്വകാര്യ വ്യക്തിയായ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറുന്നതിന് ദേവൻ്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് അറിവുള്ള 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് ആചാരലംഘനം ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെയും ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രിസ്ഥാനം വഹിക്കുന്ന 13ാം പ്രതി തന്ത്രി ആ നിലയിൽ ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽപ്പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി വീഴ്ച വരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് മാത്രമല്ല, ഇങ്ങനെ അത് തടയേണ്ട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ ഈ താന്ത്രിക വിധി പ്രകാരം ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ട തന്ത്രി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ രീതിയിൽ 19-ൽ അത് അവിടെ നിന്ന് അഴിച്ചു മാറ്റുമ്പോഴൊക്കെയും ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. ആ വിവരങ്ങളൊക്കെ അവിടെ നിന്ന് തെളിവുകൾ ശേഖരിച്ചുകൂടിയാണ് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകമായി പറയുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ വിവരങ്ങൾ വന്നിട്ടുള്ളത്. മാത്രമല്ല, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് പറയുന്ന മറ്റൊന്നുകൂടിയുണ്ട്. ഈ രൂപത്തിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. ഇതിലെ ഈ പറഞ്ഞ ദേവൻ്റെ അനുജ്ഞ അടക്കം വാങ്ങുന്ന ആചാരപരമായ കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തി. മറ്റൊന്ന്, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇപ്പോൾ മറ്റു പ്രതികളായിട്ടുള്ളവർ ഈ നടപടികളൊക്കെ ചെയ്യുമ്പോൾ, ബൈജുവും മറ്റുമൊക്കെ ഈ നടപടികളൊക്കെ ചെയ്യുമ്പോൾ ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയത്ത് 4ാം പ്രതി KS ബൈജു 18/5/2019 ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയം, ഏതാണ് ഈ പാളികൾ അഴിച്ചുകൊണ്ടു പോകുന്ന സമയത്ത് ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയം 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് 1ാം പ്രതി ഒത്താശ, അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു, 1ാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി. അതുപ്രകാരം ഗൂഢാലോചനയിൽ പങ്കാളിയായി. അതുവഴി 1ാം പ്രതി, 9ാം പ്രതി, 10ാം പ്രതി ഇവർക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കുന്നത് ആയി വ്യക്തമായി അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളതാണ്. ആ രീതിയിൽ ഈ അന്വേഷണം പോകുന്നത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. റിമാൻഡ് റിപ്പോർട്ടല്ല, ഇത് അറസ്റ്റ് റിപ്പോർട്ടാണ്. റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് റിമാൻഡ് ചെയ്തതിന് ശേഷം വരേണ്ടതാണ്. ഇപ്പോൾ കോടതിക്ക് മുമ്പിലാണ് ഈ പ്രതിയായിട്ടുള്ള തന്ത്രിയെ ഹാജരാക്കിയിട്ടുള്ളത്. അറസ്റ്റ് മെമ്മോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിജേഷ് ഞാൻ സൂചിപ്പിച്ചത്.
നിജേഷ്, വളരെ ഗൗരവമുള്ളൊരു സാഹചര്യത്തിലല്ലേ കാര്യങ്ങൾ? ശരത്ത്, അവസാനം ചോദിച്ചത് എനിക്ക് കേൾക്കാൻ അല്ല, ഞാനിതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കോടതിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള അന്വേഷണത്തിലൂടെ എങ്ങനെയാണ് തന്ത്രി ഇതിലെ 13-ാം പ്രതിയാകുന്നത്, ഏതൊക്കെ തരത്തിലാണ് തന്ത്രിയുടെ ഇതിലെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് അന്വേഷണത്തിൽ വെളിവായത്, ഈ ഘട്ടത്തിനുള്ളിൽ മനസ്സിലായത് എന്നാണ് ഈ അറസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഈ അന്വേഷണത്തെ ഗൗരവമായ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോവുകയല്ലേ ദൈവതുല്യനായ മുഖ്യ പുരോഹിതൻ, മുഖ്യ തന്ത്രി തന്നെ പ്രതിയാകുന്ന സാഹചര്യം ശബരിമല മോഷണ കേസിൽ? ശബരിമല മോഷണ കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഓരോ പ്രതിക്കും അവരുടേതായ റോളുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം പ്രതി മുതൽ ഇന്ന് അറസ്റ്റിലായ 13-ാം പ്രതി വരെ അവരുടേതായ കുറ്റകൃത്യം ചെയ്ത ആളുകളാണ് എന്ന് പോലീസ് പറയുന്നു. ഇനി തെളിയിക്കപ്പെടേണ്ടത് കോടതിക്കകത്താണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ അവരുടേതായ റോൾ നിർവഹിച്ചു. ഇപ്പോൾ തന്ത്രി നിങ്ങൾ പറഞ്ഞത് പ്രകാരം ശബരിമലയ്ക്കകത്തുള്ള വളരെ നിർണായകമായ റോൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വം ഇതിൽ പങ്കാളിയാവുന്നു എന്ന് പറഞ്ഞാൽ ഭക്തർ അങ്ങേയറ്റം ഞെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഏൽപ്പിച്ച രാഷ്ട്രീയ നേതൃത്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ ചെയർമാൻമാർ ഈ തട്ടിപ്പിൽ പങ്കാളികളാണ് എന്ന് കേട്ടപ്പോൾ കേരളത്തിലെ ഭക്തർ മാത്രമല്ല രാഷ്ട്രീയ ലോകവും ഞെട്ടിത്തരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൊള്ള സംഘം ഇതിനകത്ത് ശബരിമലയ്ക്കകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ എല്ലാവിധ സംരക്ഷണവും ഒരുക്കാൻ ആ കാലഘട്ടത്തിലെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 13 വരെ പ്രതികൾക്കും ഒരേ പങ്കാളിത്തമുള്ള, അല്ലെങ്കിൽ കുറച്ചെങ്കിലും പങ്കാളിത്തമുള്ളതായിട്ടാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു പ്രതി 13 വന്നതുകൊണ്ട് 12 രക്ഷപ്പെടുമെന്നോ, 12 വരുന്നത് കൊണ്ട് 11 രക്ഷപ്പെടുമെന്നോ, 11 വരുന്നത് കൊണ്ട് 10 രക്ഷപ്പെടുമെന്നോ എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. ഇതിൽപ്പെട്ടിരിക്കുന്ന ഓരോ ആളുകളും പ്രതി പട്ടികയിലേക്ക് വരുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവർ ഇതിൽ പങ്കാളിയാണ് എന്ന് കോടതിയിലേക്ക് നേരത്തെ പറഞ്ഞ അറസ്റ്റ് റിമാൻഡ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ, അത് പത്മകുമാർ ആവട്ടെ, വാസു ആകട്ടെ, പിന്നീട് അറസ്റ്റിലാക്കപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ആവട്ടെ, അവരൊക്കെ പോകുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ഞങ്ങൾ ഈ തെളിയിക്കുന്നത് വരെ അവരെയൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ പദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് കേൾക്കാനാണ് യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിച്ചത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ കേരള ഭരണത്തിനകത്തുള്ള ആളുകൾക്ക് ഇതിലെന്തൊക്കെയോ ചിലത് ഒളിക്കാനുണ്ട്, ചിലരെങ്കിലും സംരക്ഷിക്കാനുണ്ട് എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങൾക്ക്, സാധാരണ പൗരന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ വരാം, നിജേഷിലേക്ക് വരാം. ഏതായാലും ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്. കേസിലെ 13-ാം പ്രതിയാണ് മുഖ്യ പുരോഹിതൻ തന്ത്രി തന്നെ ശ്രീ അനിൽകുമാർ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നേരത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെതായ രാഷ്ട്രീയ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഹൈക്കോടതിയെ സംബന്ധിച്ച് ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിക്ക് അത്തരം സംശയങ്ങളില്ല. നല്ല തൃപ്തിയോടെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, കൂടുതൽ സമയവും നീട്ടി നൽകുന്നു. ഇപ്പോൾ തന്ത്രി അറസ്റ്റിലാവുന്നു, നമ്മുടെ മുമ്പിലേക്ക് ഡോക്യുമെൻറ്റുകൾ വന്നു തുടങ്ങുന്നു. അറസ്റ്റ് റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ സൂചിപ്പിച്ച താങ്കൾ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഈ സ്വർണ്ണ മോഷണത്തിൻ്റെ ചുരുളഴിയുകയാണോ? ഇന്നത്തെ ഈ റിമാൻഡ് അപേക്ഷയിൽ ഞാൻ മനസ്സിലാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യം, 1, 9, 10 പ്രതികൾ അന്യായമായ ലാഭവും ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും ഉണ്ടാക്കി. അത് വളരെ പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലാണ്. അതെ, ഞാനത് തുടക്കത്തിൽ സൂചിപ്പിച്ചതും ശ്രീ അനിൽകുമാർ ഞാൻ അതിന്റെ ഞാനും അത് കണ്ടപ്പോൾ അതാണ് ശ്രദ്ധിച്ചത്. 1, 9, 10 1 എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 9ഉം 10ഉം വേഗത്തിൽ ക്രോസ് ചെക്ക് ചെയ്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. 9ഉം 10ഉം ആരാണ്? ഗോവർദ്ധനും ഭണ്ഡാരിയുമാണോ? ഉണ്ട്. അത് പങ്കജ് ഭണ്ഡാരിയാണ്, ഗോവർദ്ധനാണ്. ഓക്കെ, പറഞ്ഞോളൂ. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനുമാണ്. പിന്നെ അതിൻ്റെ നടുക്കടയില്ല. 1, 9, 10 അതിൻ്റെ നടുക്കടയില്ല. പക്ഷെ ഫോട്ടോയിൽ അതിൻ്റെ നടുക്കുള്ളത് സോണിയാഗാന്ധിയാണ്. ഫോട്ടോയിൽ നടുക്ക് സോണിയാഗാന്ധി ആണെങ്കിൽ ഇപ്പോൾ 13 വരെ പട്ടിയായിപ്പോയി. അപ്പോൾ 1, 9, 10 പ്രതികളാണ് സ്വർണം കട്ടത്. അതാണ് സ്വർണം കട്ടത് ആരപ്പ എന്ന ചോദ്യത്തിന് സഖാക്കളല്ല
1, 9, 10 പ്രതികളാണ് എന്നാണ് ഇപ്പോഴത്തെ ഉത്തരം. ആ ഉത്തരത്തിൽ സഖാക്കൾ ആ സ്വർണ്ണാഭരണ മോഷണത്തിൽ പങ്കില്ല, സ്വർണത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പണം പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പം അവർ പറയുന്നത്. കൂടുതലുണ്ടോ കണ്ടുപിടിക്കട്ടെ. പക്ഷേ മറയ്ക്കാനാവാത്ത ചില ബന്ധങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ശബരിമല രാഷ്ട്രീയ കളിക്കുള്ള സ്ഥലമല്ല. ശബരിമലയെ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ കോൺഗ്രസിൻ്റെ മുഖത്തേറ്റ അടിയാണ് ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന കേസന്വേഷണം. അതിലാരൊക്കെയാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ കുറ്റം ചെയ്തവർ, പണാപകരണം നടത്തി അല്ലെങ്കിൽ സ്വർണം അതിൻ്റെ ഭാഗമായി പണം സമ്പാദ്യമുണ്ടാക്കിയ 3 പേരാണെന്ന് പുറത്തു വന്നു. ബാക്കിയുള്ള റോളിനെക്കുറിച്ച് കുറ്റപത്രം വരുമ്പോഴേ നമുക്കറിയാൻ കഴിയും, തന്ത്രിയുടെ ഉൾപ്പെടെ. ഒരു കാര്യത്തിലും നമുക്ക് ആരെയും ഇപ്പോൾ ഒരു സ്വന്തം വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടതില്ല. പക്ഷെ ശബരിമല എന്ന് കേട്ടാൽ സുവർണാവസരമാണെന്ന് കരുതുന്ന BJPയും അതിനെ എപ്പോഴും മുതലെടുക്കാൻ ഉപയോഗിക്കുന്ന കോൺഗ്രസും കേരള സമൂഹത്തോട് മാപ്പ് പറയണം. എന്തിനാണ് മാപ്പ് പറയേണ്ടത്? ശബരിമലയെക്കുറിച്ച് കെട്ടുകഥയും നുണയും ഉണ്ടാക്കി. എന്തിന്? ഈ കള്ളന്മാരുമായി കോൺഗ്രസ് പാർട്ടിക്കുള്ള ബന്ധം മറച്ചു വെക്കാൻ നുണ പറമ്പിച്ചു. എന്താ ഈ കേസിൽ ഇപ്പോൾ കണ്ടെത്തിയത്? 1, 9, 10 പ്രതികൾ അന്യായമായ ലാഭവും ബോർഡിന് നഷ്ടവും ഉണ്ടാക്കി. ഇതാണല്ലോ കണ്ടെത്തിയത്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം എന്താണ്? ദ്വാരപാലക ശില്പങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരന് വിറ്റു. ഉണ്ടോ അങ്ങനൊരു കോടീശ്വരൻ? വിറ്റു എന്ന് പറഞ്ഞ വസ്തുതയാണോ? അങ്ങനെ വിറ്റു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഈ 9, 10 പ്രതികൾ നിരപരാധികളല്ലേ? 1-ാം പ്രതി നിരപരാധിയല്ലേ? അപ്പോൾ 1, 9, 10 സാധാരണ പഞ്ചപാവങ്ങളാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിപ്പിച്ച ഈ കള്ളന്മാരെല്ലാം പാവങ്ങളാണ്. അത് കടകംപള്ളി ഏതോ ഒരു കോടീശ്വരന് കൊടുത്തിരിക്കുകയാണ് എന്ന നുണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് എന്തിനാണ്? 2, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല 500 കോടി രൂപയാണ് ഇവർ പറഞ്ഞത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഏതോ ഒരു ഓർഡർ വന്നപ്പോൾ കപൂർ സഹോദരന്മാരുടെ പരിപാടി ഉണ്ടോ അതുകൂടെ അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷെ കോൺഗ്രസ് ഈ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് കള്ളക്കഥ പൊളിഞ്ഞു. ഇതാണ് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. 2, ബഹുമാനപ്പെട്ട താന്ത്രിക സ്ഥാനം വഹിക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇപ്രകാരം ഒരു കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് ഇപ്പോഴും ധരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് നേടുന്നതിന് വേണ്ടി ധാരാളം അവസരങ്ങളുണ്ട്. ശബരിമല അയ്യപ്പൻ്റെ പ്രതിസ്ഥാനത്തുള്ള ഒരു കുടുംബമോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമോ എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോഴും സംശയങ്ങളുണ്ട്. പക്ഷേ ക്രിമിനൽ നടപടി എന്ന് പറയുന്നത്, ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് ആക്ട് ആൻഡ് ഒമിഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ബോധപൂർവമായി ഒരു കാര്യം ചെയ്താൽ അത് കുറ്റകൃത്യമാകും. അല്ല, വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരുന്നാൽ ആക്ട് ഓർ ഒമിഷൻ എന്ന ഭാഗത്ത് വന്നാൽ അതിൽ ദേവസ്വം ബോർഡും പ്രതികളായിട്ടുണ്ട്, ബഹുമാനപ്പെട്ട തന്ത്രിയും പ്രതിയായിട്ടുണ്ട്. പ്രതികൾ തന്നെയാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, കുറ്റപത്രം വരുമ്പോഴാണ് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകുക. ഇപ്പോൾ വ്യക്തത വന്നിട്ടുള്ള കാര്യം ഇതാണ്. ഇതിനെ രാഷ്ട്രീയമായി ദുരുപയോഗിച്ച കോൺഗ്രസ് മറുപടി പറയണം. ഇനി രണ്ടാമത്തെ നിയമപ്രശ്നത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രശ്നമുണ്ട്. എന്താണ് രാഷ്ട്രീയ പ്രശ്നം? പ്രധാനപ്പെട്ട തർക്കം പോറ്റിയെ കയറ്റിയത് ആരപ്പ ഇതായിരുന്നു. പോറ്റിയെ കയറ്റിയതിന് 2 തലമുണ്ട്. ഒന്ന്, ആത്മീയമായി പോറ്റിയെ ശബരിമലയെ കയറ്റി, അത് തന്ത്രിയാണ്. എന്താണ് പോറ്റിയെ കയറ്റിയത്? ഒന്ന്, 2004 നമ്മുടെ അമ്പലപ്പുഴക്കാരനായ ഒരു ശാന്തിയുടെ കീഴ്ശാന്തിയായി പരികർമ്മിയായി ഇദ്ദേഹത്തെ കൊണ്ടിരുന്നത്. 2, 2007 തന്നെ ഇദ്ദേഹത്തെ ശ്രീകോവിലിനകത്ത് ഉത്സവത്തിൻ്റെ പ്രധാന പൂജയ്ക്ക് ബഹുമാനപ്പെട്ട തന്ത്രി അനുവദിച്ചു. ഇത് രണ്ടും ആത്മീയമായി പോറ്റിയെ അവിടെ അവരോധിച്ചതിന് തെളിവാണ്. മൂന്നാമത്തത് ഭൗതികമായി അവരോധിക്കുകയാണ്. അതെങ്ങനെയാണ്? ഈ പോറ്റി സ്പോൺസർ പോറ്റിയായി. അത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഉത്തരവാദി, അജയ് തറയിലാണ് ഉത്തരവാദി. ഇപ്പോൾ അജയ് തറയിൽ ജീവിച്ചിരിപ്പുണ്ട്. അജയ് തറയിലൊക്കെ ചാനൽ ചർച്ച വന്നിട്ട് ഈ പോറ്റിക്കെതിരായിട്ടൊക്കെ പറയണ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കോരിത്തിരിക്കും. ആദ്യമായി അജയ് തറയിലും പോറ്റിയും നിൽക്കുന്ന ചിത്രം ഏത് ചിത്രമാണ്? അത് 2016 കൊടിമര മാറ്റുന്ന ചിത്രമാണ്. പ്രാക്കുളം ബാസിയുടെയും PK ചന്ദ്രകാന്തത്തിൻ്റെ കാലത്ത് 71 കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കൊടിമരം എന്തിനാണ്
പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത്, അജയ് തറയിലിൻ്റെ കാലത്ത് മാറ്റിയത്? ഒരു ചെറിയ പരിശോധന നടത്തിയാൽ, അതുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധിയായ കാര്യങ്ങളുടെ പരിശോധന നടത്തിയാൽ ഒരൊറ്റ ചിത്രം മതി. ഞാൻ ശരത്തിൻ്റെ കയ്യിൽ ആ ചിത്രം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രം ഇത് തന്നെയാണ്. അവിടെ കൊടിമരപ്രതിഷ്ഠ നടത്തി, സ്വർണം കൊണ്ട് പൂശിയ കൊടിമരപ്രതിഷ്ഠ നടത്തി 1 മണിക്കൂറിനകം മെർക്കുറി ഒഴിച്ചു. ശബരിമലയിലെ കൊടിമരത്തിന്, സ്വർണ്ണ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ മെർക്കുറി ഒഴിച്ചാൽ എന്തായിരിക്കും സംഭവം? ആരെങ്കിലും ശബരിമല മെർക്കുറിയായിട്ട് പോകാറുണ്ടോ വനത്തിനകത്ത്? അപ്പോൾ എന്താണ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ മറുപടി, അജയ് തറയിലിൻ്റെ മറുപടി? അത് ഏതൊക്കെയോ അമ്പലത്തിൽ മെർക്കുറി പൂജയുണ്ട്, അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവരോ ഒക്കെ മെർക്കുറിയുമായിട്ട് വരും, എന്നിട്ട് ശബരിമല ഒഴിക്കും. അങ്ങനെ ആചാരമുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അന്ന് കൊടിമരപ്രതിഷ്ഠ നടത്തിയ കാലത്ത് UDFൻ്റെ ഭരണസമിതി ഇരിക്കുമ്പോൾ അവർ നടത്തിയ അഴിമതിയുടെ ഭാഗമായ തർക്കത്തിൻ്റെ അവസാനമാണ് മെർക്കുറി ഒഴിച്ചത്. ഒത്തിരി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. SIT അന്വേഷണം 2014 പോകണം എന്ന് കേരളത്തിൽ CPM ആവശ്യപ്പെട്ടത്, സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞങ്ങൾക്കും വിവരങ്ങളുണ്ട്. ഭൗതികമായി ഈ പോറ്റിയെ അവിടെ കയറ്റേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കാണ്, അവരുടെ ബോർഡിനാണ്. അതിലിപ്പോൾ ജീവിച്ചിരിപ്പുള്ള അജയ് തറയിൽ ഈ പോറ്റിക്കൊപ്പം നിൽക്കുന്ന 2014 ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ. പിന്നെ ഗോവർദ്ധൻ്റെ കൂടെയും പോറ്റിയുടെ കൂടെയും പങ്കജ ഭണ്ഡാരിയുടെ കൂടെയുള്ള മറ്റു ചിത്രങ്ങളുണ്ടല്ലോ. സോണിയാഗാന്ധിക്കൊപ്പം 2 MP-മാർ എല്ലാവരും സുഖിമാന്മാരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മറുപടി പറയാൻ ബാധ്യതയില്ല. ഇതാണ് അവരുടെ ഭാഗ്യം. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ പക്ഷപാതപരമായ നിലപാടുകൊണ്ട് എല്ലാവർക്കും കണ്ണു തുറന്ന് കാണാം ഇന്നത്തെ കേരളത്തിൽ ഈ അന്വേഷണ പുരോഗതി. ശരി, ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് കൂടി വന്ന ശേഷം ഞാൻ നിജേഷിലേക്ക് വരാം. നിജേഷ്, ഇതിൽ കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, നിങ്ങൾ കാലാകാലങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും വസ്തുതയും തമ്മിലുള്ള അന്തരം, ഇതെല്ലാം വെച്ചാണ് ശ്രീ അനിൽകുമാർ സംസാരിച്ചത്. താങ്കൾക്കതിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ വരാം. ലാൽകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശബരിമല തന്ത്രി തന്നെ പ്രതിയായിരിക്കുന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി തന്നെ പ്രതിയായിരിക്കുന്നു. പ്രതി എന്ന നിലയിൽ അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. മറ്റൊന്ന്, ഇതിലെ പ്രതികൾക്ക് നിയമപരമായി നോക്കിയാൽ ഇതിലെ 3 പ്രധാന പ്രതികൾക്ക് 1, 9, 10 പ്രതികൾക്ക് അന്യായമായ ലാഭം ഉണ്ടാകുന്നതിനും ബോർഡിന് അന്യായമായ നഷ്ടമുണ്ടാകുന്നതിനും പാകപ്പെടും വിധത്തിൽ 1-ാം പ്രതിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന ക്രിമിനൽ കുറ്റം മറ്റൊരു തരത്തിലും ഈ റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ട്. അത് തെളിവുകൾ ശേഖരിച്ച് തന്നെ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിൽ ഇത്ര വലിയ പ്രബലനായി മാറിയത്, ആരാണ് കയറ്റിയത്, അതുപോലെ തന്നെ ആരാണ് വാഴിച്ചത് എന്നതിൻ്റെ ഒരു നാൾ വഴിയെക്കുറിച്ച് പല സന്ദേഹങ്ങളും ഉണ്ടായിരുന്നു, പല തരത്തിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. ഇന്ന് തന്ത്രി അറസ്റ്റിലായതോടെ എന്താണ് ലാൽകുമാറിന് തോന്നുന്നത്? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ദ്വാരപാലക വിഗ്രഹമുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രതിമ, അത് ഇരിക്കുന്നത് ഈ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് തൊട്ട് മുന്നിലിരിക്കുന്ന കാര്യമാണ്. അതെ. അപ്പോൾ അത് ചുമ്മാതെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അത് പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ശബരിമലയിൽ പോയിട്ടുള്ള ആർക്കൊരു ഒരു പ്രാവശ്യം പോയിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. കാര്യം അത് ഒരു ഈ സാങ്ക്ടം സാങ്ക്ടോറിയം എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ട് പുറത്തിരിക്കുന്നൊരു കാര്യം അത് വളരെ സേക്രട്ടായിട്ടാണ് കണക്കാക്കുന്നത്. നോക്കൂ, ഹിന്ദു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സേക്രട്ടും ശ്രീകോവിലിനെ സേക്രട്ടും നമ്മളെ പ്രൊഫൈനുമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാനൊരു ഡർഖൈമിൻ്റെ പ്രിൻസിപ്പിൾ എടുത്ത് പറയുന്നതേ ഉള്ളൂ. നമ്മൾ പ്രൊഫൈനായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ അയിത്തം എന്ന് പറയുന്ന സാധനം നമുക്കുണ്ട് എന്നുള്ള പൊല്യൂട്ടഡ് എന്ന് പറയുന്ന കാര്യമാണ്. ഇത് പറിച്ചുകൊണ്ട് പോകാൻ ആർക്കും പറ്റില്ല. തന്ത്രിയുടെ പെർമിഷൻ ഇല്ലാതെ അത് അവിടുന്ന് തൊടാൻ പറ്റില്ല. ഇത് ഞാൻ പണ്ട് ഒരു ചർച്ചയിൽ ഇത് സൂചിപ്പിച്ചതാണ്, ഒരു ദേശീയ ചാനലിൽ ഇത് സൂചിപ്പിച്ചതാണ്. യെസ്, അന്ന് എന്നെ എതിർത്തത് രാഹുൽ ഈശ്വറായിരുന്നു. അത് പോട്ടെ, രാഹുൽ ഒരു നിമിഷം ലാല് പറഞ്ഞതൊന്ന് ദയവായി ഓർത്തു വെക്കുക. ഞാൻ ലാലിലേക്ക് വരാം. കാരണം ഇപ്പോൾ തന്ത്രി റിമാൻഡിലായി എന്ന പ്രധാനപ്പെട്ട വാർത്ത വന്നു. കോടതിയിൽ ഹാജരാക്കിയെന്ന വിവരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, റിമാൻഡിലായി, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണല്ലോ. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ.
ഇല്ല ഇപ്പോൾ റിമാൻഡ് ചെയ്ത് അതായത് ഈ മാസം 23-ാം തീയതി വരെയാണ് ഇപ്പോൾ ഈ പ്രതി തന്ത്രി രാജീവ് കണ്ഠരരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നാരായണൻ നമ്പൂരി ഉൾപ്പെടെയുള്ളവർ ഇവിടെ കോടതിയിൽ ഹാജരായി അവിടെ അതിൻ്റെ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. 13-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വൈദ്യപരിശോധനയ്ക്ക് വൈദ്യസഹായം വേണമെന്നൊരാവശ്യം ഉന്നയിച്ചു. അത് പ്രത്യേക അപേക്ഷയായി നൽകണം, ആവശ്യമായ വൈദ്യസഹായം നൽകണമെന്നും SITയോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ശബരിമല തന്ത്രി രാജീവ് കണ്ഠരര് ഇപ്പോൾ റിമാൻഡിലായിരിക്കുകയാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലായിരിക്കുകയാണ്. നേരത്തെ ലാൽകുമാർ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മുഖ്യപുരോഹിതനായിട്ടുള്ള തന്ത്രിയുടെ അനുമതിയില്ലാതെ ചെയ്യാനേ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു വിവരം കൂടി ലാലിലേക്ക് വരുന്നതിന് മുമ്പ് പങ്കുവെക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതായത് ഇടവമാസ പൂജയ്ക്കായി 2019 5-ാം മാസം 14-ാം തീയതി അവിടെ ശബരിമല നട തുറന്ന 14 മുതൽ അവിടെ 19 വരെ തന്ത്രി രാജീവരര് തന്ത്രി ചുമതല വഹിച്ച് ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്ന കാലയളവിനുള്ളിൽ ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചെടുത്ത് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ തീയതി സഹിതം പറയുന്നത് 18-ാം തീയതിയിലെ ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴ പൂജയ്ക്കും 13-ാം പ്രതി തന്ത്രി കണ്ഠരര് രാജീവരര് തന്ത്രി ചുമതല വഹിച്ച് സന്നിധാനത്ത് സന്നിഹിതനായിരുന്നുവെന്ന് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ച തെളിവ് രേഖകൾ വിശകലനം ചെയ്തതിൽ നിന്നും രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളിൽ നിന്നും വെളിവായിട്ടുള്ളതിൽ നിന്നും അങ്ങനെ ശബരിമല സന്നിധാനത്ത് നിന്ന് തന്നെ തെളിവെടുത്ത് മൊഴിയെടുത്ത് ഈ കട്ടളപ്പാളികളും എല്ലാം അഴിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ ആചാരവിധി പ്രകാരം അതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടേണ്ട മുഖ്യപുരോഹിതനായിട്ടുള്ള തന്ത്രി അത് ചെയ്തില്ല, അവിടെ സന്നിഹിതനായിരുന്നു. നേരത്തെ ലാലു പറഞ്ഞതിനോട് ഞാനൊന്ന് കൂട്ടിച്ചേർത്തതാണ്. പൂർത്തിയാക്കിക്കോളൂ. എന്നോടാണല്ലോ? അതെ, ലാൽകുമാറിനോട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അല്ലാതെ ഒരു കാരണവശാലും ഇത് പുറത്തു പോകാൻ പറ്റില്ല. ഞാൻ ആദ്യം തൊട്ട് എടുത്തൊരു സ്റ്റാൻഡ്, എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ഇവരാര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന് കൃത്യമായി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഞാൻ ആദ്യം തൊട്ടേ ഇരിക്കുന്നത്. കാര്യം അനിലേട്ടൻ പറഞ്ഞതുപോലെ അവർക്കൊരു ഒമിഷൻ വന്നിട്ടുണ്ട്. ആ ഒമിഷൻ അതിന് മെൻസറി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം ഈ വലിയ അഴിമതി ഈ രൂപത്തിൽ നടക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പോറ്റി അവിടെ വരുന്നു, പോറ്റി ഈ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നു, തന്ത്രി കൂട്ടുനിൽക്കുന്നു, അഴിച്ചുകൊണ്ട് പോകുന്നു. ഈ അഴിച്ചുകൊണ്ട് പുറത്തു പോകുന്നിടത്ത് ദേവസ്വം ബോർഡിന്, അന്നത്തെ മെമ്പേഴ്സിന്, പ്രസിഡൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച ഉറപ്പാണ്. അതുകൊണ്ട് ആ ആക്ട് കൊണ്ട് ഇവർക്ക് അൺഡ്യൂ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അനിൽകുമാർ പറയുന്ന വാദത്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന റിമാൻഡിൻ്റെ ആപ്ലിക്കേഷനകത്തും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം താങ്കൾ സൂചിപ്പിച്ചത്, 1, 9, 10 പ്രതികൾക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ് ഇതിനകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ അവരാണ്. ബാക്കിയുള്ളവർക്ക് സത്യത്തിൽ ഞാൻ കരുതുന്നത് അത് ശരിയാകാനും സാധ്യതയുണ്ട്. ഇവർക്കുണ്ടായിരിക്കുന്ന പൂർണ്ണമായും ലാപ്സാണ്. ഇവർക്കുണ്ടായേക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പബ്ലിക് അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്ന് പറഞ്ഞാൽ ഒമിഷനായിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇത്രയധികം സ്വർണം ചട്ടങ്ങളെല്ലാം മാറ്റി കൊണ്ടുപോകണമെങ്കിൽ ഈ 1, 9, 10 പ്രതികൾക്ക് അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകണം, ബോർഡിന് നഷ്ടമുണ്ടാകും എന്ന തിരിച്ചറിവോടെ ഈ ഉദ്യോഗസ്ഥരും അന്നത്തെ അതിനെ ചുമതലക്കാരുമായിട്ടുള്ള ആളുകൾ പെരുമാറിയിട്ടുണ്ട്. ആ ഒമിഷനിൽ അവരുടെ ബെനിഫിറ്റ് എന്തെന്നൊരു പ്രശ്നമില്ലേ തന്ത്രിക്കടക്കം? തീർച്ചയായിട്ടും ആ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് ഇപ്പം അറിയില്ല. അതെ, ഇപ്പം ആ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. അതാണ് താങ്കൾ പറഞ്ഞതിനകത്ത് തന്നെ 1, 9, 10 അത് നിൽക്കുന്നത്, ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. മറ്റേവർക്ക് അതാ ഞാൻ പറഞ്ഞേ, ഈ അന്ധമായി ചിലപ്പോൾ വിശ്വസിച്ചാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും നമുക്കത്. ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത് വീണ്ടും ഈ പറയുന്ന രീതിയിൽ ബാംഗ്ലൂരിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഇയാൾ തയ്യാറായി വരുമ്പം അത് പറ്റില്ല, ഞങ്ങൾ എത്തിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾ വളരെ ബോണഫൈഡി ആയിട്ടാണ് അയാൾ പറയുന്നത്, ഞങ്ങൾ എത്തിച്ചോളാം എന്ന് പറയുന്നത്. സത്യത്തിൽ
അതാ പറഞ്ഞേ, നമ്മൾ ഡിവിഷൻ ബെഞ്ച് ആദ്യം കണക്കാക്കുന്നത് ഏതാണ്ട് ഒരു ഇറഗുലർ ആക്ടിവിറ്റി അവിടെ നടന്നു എന്നുള്ള രീതിയിലാണ്, ഇല്ലീഗൽ അല്ല, രണ്ടാണ്. ഒരു ഇറഗുലർ ആക്ടിവിറ്റി നടന്നു എന്നുള്ള രീതിയിലാണ് ദേവസ്വം ബെഞ്ച് ആദ്യം അതിനെ കണക്കാക്കുന്നത്. കാര്യം എന്താ, ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു, കൊണ്ടുപോയി. പക്ഷേ അവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, വീഴ്ച സംഭവിച്ചിരിക്കുന്നത് 2018 അല്ലെങ്കിൽ ആ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടന്നിരിക്കുന്നത്. ഈ പീരീഡിലല്ല സത്യത്തിൽ നടന്നിരിക്കുന്നത്. ഈ പീരീഡിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഈ പറയുന്നതിനെ മറയ്ക്കാൻ വേണ്ടിയാണോ ഇയാൾ വീണ്ടും വന്ന് ഈ കാര്യങ്ങൾ ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല, നമ്മൾ കമ്മിങ് ബാക്ക് ടു ദ മാറ്റർ, ഇതിനകത്ത് ആരാണ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ട്രൂ ബെനിഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് 1, 9, 10 അതിൻ്റെ കൂട്ടത്തിൽ ഈ 1ഉം 13-ാം പ്രതിയും കൂടെ ചേർത്ത് വെച്ച് ഞാൻ വായിക്കും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 13-ാം പ്രതിയായ രാജീവ് തന്ത്രിയാണ് ഇയാളെ ഈ സ്ഥലത്തേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നത്. നോക്കൂ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ ആരുമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം ബോർഡ് മെമ്പർമാരോ ഈ പറയുന്ന മുരാരി ബാബു ഒന്നും അല്ല ഇയാളെ അവിടെ കൊണ്ടുവരുന്നത്. ഇയാളെ കൊണ്ടുവരുന്നത് ഒരു മലീഷ്യസ് ഇൻറ്റൻറ്റോടുകൂടി ഒരു മോശം പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ബെനിഫിഷ്യറിയിലേക്ക് വന്നാൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ 13-ാമത്തെ പ്രതി ബെനിഫിഷ്യറിയുടെ ലിസ്റ്റിൽ വരുമെന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. പിന്നെ നോക്കൂ, പത്മകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വളരെ ജാഗ്രതയോട്. ഞാൻ ഒരു മിസ്ഇൻറ്റർപ്രിട്ടേഷൻ നടത്തുക എന്ന് കരുതരുത്. ഞാനായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത ഒരു കാര്യമാണ് അത്. യു ക്യാൻ ടേക്ക് ഇറ്റ്, ഐദർ യു ക്യാൻ ഡിസ്കാർഡ് ഇറ്റ്. പക്ഷേ ഞാൻ പറയാം, ശവന്തീനികളല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഒരു പ്രയോഗം അദ്ദേഹം നടത്തി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശവന്തീനികൾ, ഞാനിപ്പോൾ ഒരു ശവന്തീനിയാണ്, ഈ ചിക്കൻ തിന്നുന്ന ആളാണ്. ഇതൊന്നും തിന്നാത്ത ആളെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കാത്ത ആൾക്കാരെയാണോ ശവന്തീനികൾ, അല്ലെങ്കിൽ അങ്ങനെ ആണോ വിചാരിച്ചതെന്നുള്ളൊരു ആദ്യം തൊട്ടേ എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു കാര്യമാണ്. കാര്യം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പത്മകുമാർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും 13-ഉം തമ്മിൽ ചേർത്ത് വായിക്കണം, 1ഉം 13-ഉം കൂടെ ചേർത്ത് വായിക്കണം. അപ്പം ഞാൻ അതിനെ തീർച്ചയായിട്ടും 1ഉം 13-ഉം കൂടെ ചേർത്തേ വായിക്കത്തുള്ളൂ. അതിന് ഒരു കാര്യം കൂടെ, ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നോക്കൂ, വാജിവാഹനം ഈ വിഷയം, ഈ തർക്കം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് വന്ന ഒരു വലിയ വിഷയം എന്താ, എൻ്റെ വീട്ടിലിരിക്കുന്ന വാജിവാഹനം ദേവസ്വം ബോർഡ് തിരിച്ചു കൊണ്ടുപോകണം. ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിരിക്കുന്ന വാജിവാഹനം ശബരിമലയിൽ നടന്ന് താഴ്മൺ കുടുംബത്ത് കയറി ഇരുന്ന പോലെയാണ് പറയുന്നത്, അല്ലേ? സത്യത്തിൽ വാജിവാഹനം എങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു, ആര് കൊണ്ടു കൊടുത്തു, എങ്ങനെ അദ്ദേഹത്തിന് അത് കസ്റ്റോഡിയനാകാൻ പറ്റും എന്നുള്ളതിന് ഉത്തരം പറയണ്ടേ? അതിൽ നിന്ന് ആ മെറ്റീരിയൽ ഒബ്ജക്റ്റിൽ നിന്ന് ലോസ് ഉണ്ടായിട്ടുണ്ടോ? ആ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ? ഇതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഈ തർക്കമുണ്ടായി കഴിഞ്ഞ് നോക്കൂ, ഈ പോറ്റി ഇങ്ങനെയുള്ള ഒരു റെവലേഷൻ നടത്തിയ ശേഷമാണ് ഈ തന്ത്രി ഇത് പറയുന്നതെന്ന് ഓർക്കണം. എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം തിരിച്ചു കൊണ്ടുവെക്കാൻ സമയം കിട്ടിയില്ല. ഏതേലും തരത്തിലേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് തിരിച്ചു വെക്കാൻ ഒതുക്കത്തിൽ പറ്റുമായിരുന്നെങ്കിൽ അങ്ങ് വെച്ചേനെ. പക്ഷെ അത് പറ്റിയില്ല. കാര്യം അപ്പോഴത്തേന് കളം മാറി, SIT വരുന്നു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വരുന്നു. അപ്പോൾ ഇത് കള്ളത്തരത്തിൽ തിരിച്ചു കൊണ്ടുവെക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വാജിവാഹനം നിങ്ങൾ തിരിച്ചെടുക്കണം. ഓക്കെ, അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വിഷയമാണ്. എങ്ങനെ, എന്നെ കേൾക്കുന്നവർ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ വാജിവാഹനം വരും, ആര് കൊണ്ടു കൊടുത്തു? ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യപ്പൻ്റെ സ്വത്താണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ്. അത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണോ? ഇദ്ദേഹം സാലറീഡ് ആളാണ് കേട്ടോ. തന്ത്രി ദേവസ്വം ബോർഡിൻ്റെ സാലറി മേടിക്കുന്ന ആളാണ്. അതുകൂടെ നമ്മൾ മറന്നു പോകരുത്. തീർച്ചയായും അത് ഈ പറഞ്ഞതുപോലെ തുടരന്വേഷണങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ ഇതെല്ലാം നിശ്ചയമായും ഉൾപ്പെടുന്ന വസ്തുത തന്നെയാണ്. ഇന്ന് തന്നെ പുലർച്ചെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് ADGP വെങ്കടേഷ് തന്നെയാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഞാൻ നിജേഷ് അരവിന്ദിലേക്ക് വരുന്ന ഒരു സാഹചര്യം. നിജേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി നിന്നൊരു ചോദ്യമുണ്ട്, പോറ്റിയെ കയറ്റിയതാരാണ്? ശബരിമലയിൽ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. അതിലൊരു വ്യക്തത വരികയാണ്. കാരണം ഏതാണ്ടൊരു 2000-ന് ശേഷം സംഭവിച്ച ഒരു കാര്യമാണ്. പല കാര്യങ്ങൾക്കും പോറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മൗനാനുവാദം നൽകി. പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് വാഴിച്ചതിൽ തന്ത്രിയുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടുത്തെ ആ സിസ്റ്റം തന്ത്രിയുടെ ആളായി തന്നെ പോറ്റിയെ കാണുന്ന നിലയിൽ പോറ്റിക്ക് വലിയ തോതിൽ പിന്നീട് വന്ന ദേവസ്വം ബോർഡുകളുമൊക്കെയായി കൂടുതൽ സഹകരിക്കാൻ കഴിഞ്ഞ സാഹചര്യമുണ്ട്. നോക്കൂ, ഇവിടെ 2019-ലെ ബോർഡുമായി ബന്ധപ്പെട്ട ആ കാലയളവിലാണ് ഈ പ്രശ്നമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയി അതിനകത്ത് ബോർഡിൻ്റെ ഭാരവാഹികൾ, അക്കാലത്തെ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ തന്ത്രി വരെ ആ കേസിൽ ജാമ്യം പോലും കിട്ടാതെ അകത്ത് കിടക്കുന്ന നില വരുന്നു. കേസിൻ്റെ ചുരുളഴിയുന്നു. ഹൈക്കോടതി തന്നെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ഭയം കൂടാതെ അന്വേഷിച്ചോളൂ എന്ന് പറയുന്ന നിലയുണ്ട്. അത് 19-മായി ബന്ധപ്പെട്ട് അവിടെയാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യം. ഇതിൽ 2014
പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ബോർഡ് അജീത്തറയിൽ ജീവിച്ചിരിക്കുന്നു, കൊടിമരവുമായി ബന്ധപ്പെട്ട ആക്ഷേപം അദ്ദേഹം പറഞ്ഞ് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലോ. രണ്ടാമത്തെ കാര്യം, ഈ 18-19 കാലയളവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വന്ന ഘട്ടത്തിൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്, അത് കെട്ടുകഥകളായി അവശേഷിച്ചു, ഇല്ലാതായി പോയിരിക്കുന്നു, അതിന് നിങ്ങൾ മാപ്പ് പറയണം. കടകംപള്ളിക്കെതിരെ വി ഡി സതീശൻ പറഞ്ഞത് ഒരു തെളിവ് പോലും നാളിതുവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു നൽകിയ മൊഴി, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അതിൽ പറഞ്ഞതൊക്കെ ബേസ്ലെസ് ആണ് എന്ന് കണ്ടെത്തുന്നു, കോടതി അതിന് ക്ലിയറൻസ് കൊടുക്കുന്നു. ഇതാണ് പോയിട്ടുള്ളത്. കോടതിയുടെ അനുമതിയോട് പോകുന്ന അന്വേഷണത്തിന് ശരിയായ വിശ്വാസ്യതയും ബോധ്യവും വരുന്നു. നിങ്ങളുടെ ആരോപണങ്ങൾ കെട്ടുകഥകളായി മാറുന്നു. നിങ്ങൾ മാപ്പ് പറയണം. 2014 നിങ്ങളുടെ കാലയളവിനെക്കുറിച്ച് കൂടി അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. മറുപടി. ഒന്ന്, എനിക്ക് ഈ വിഷയത്തിൽ ശ്രീ അനിൽകുമാറിൻ്റെയോ ഇടത് സഹയാത്രികൻ ശ്രീ ലാൽകുമാറിൻ്റെയോ അത്ര അറിവുള്ള ആളല്ല. രണ്ട്, നടക്കുന്ന അന്വേഷണത്തെപ്പറ്റി എൻ്റെ സംശയവും എൻ്റെ അസംഷനും എൻ്റെ വിവർത്തനവും എൻ്റെ വിശദീകരണവും എൻ്റെ നെറേഷനും ഒന്നും ഒരു പ്രസക്തിയുമില്ല. അത് ശരത്തിൻ്റേതിനുമില്ല, അനിൽകുമാറിൻ്റേതിനുമില്ല, ലാൽകുമാറിൻ്റേതുമില്ല. നിങ്ങൾക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം ഒരു സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇന്നലെ വരെ അറസ്റ്റിലായവരല്ല, 2-3 ആളുകളാണ് ഇതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയത്, മറ്റവരൊക്കെ അറിയാതെ വലയിൽ കുടുങ്ങിയ ചെറിയ നെത്തോലികളാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് ആരെങ്കിലും സുഖിപ്പിക്കണമെങ്കിൽ ഞാനതിന് എതിരല്ല. അങ്ങനെ എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സുഖം സുഖിച്ചു തന്നെ ഇരിക്കണം. ശ്രീ അനിൽകുമാറിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളിങ്ങനെ ഇവിടെ വന്നൊരു ചർച്ചയിൽ ഇരുന്ന് ഈ കാര്യം പറഞ്ഞാൽ പോരാ എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. നിങ്ങൾക്കുള്ള വലിയ അറിവുകൾ, പ്രത്യേകിച്ചും ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളുള്ള ഒരാളാണ് താങ്കൾ. ഞങ്ങളിപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന്, ഇനി പിണറായി വിജയന് 2-3 മാസം കൂടി മാത്രമേ ഭരണമുള്ളൂ. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ 3-4 മാസം കൂടി, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസത്തിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്കുള്ള അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന്, പ്രത്യേകിച്ച് അജയ്തറയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ മരണപ്പെട്ടു, ഞാൻ ഏറ്റെടുക്കാം ആ ഓണർഷിപ്പ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായത്. പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കാലത്ത് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ഓൺ ചെയ്യും, അത് ഏറ്റെടുക്കും. അജയ്തറയിൽ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, ശബരിമലയിലെ ഏതെങ്കിലും മോഷണമോ, ഇനി എന്താ നിങ്ങൾ പറഞ്ഞ മെർക്കുറി, ഞാനിതുവരെ കേട്ടിട്ടില്ല, മെർക്കുറിയോ ഇനി മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ട് എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ ഓൺ ചെയ്യും, അത് ഏറ്റെടുക്കും. തിരിച്ച് 2019 മുതൽ ഇടതുപക്ഷത്തിൻ്റെ ബോർഡിൽ നടന്ന ഈ തട്ടിപ്പ്, വെട്ടിപ്പ്, കൊള്ള ഓൺ ചെയ്യാൻ CPIM-ന് ചങ്കൂറ്റമുണ്ടോ എന്ന ലളിതമായ ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ. ജയിലിൽ അറയ്ക്കുള്ളിൽ കിടക്കുന്ന ആളുകളെ, ഗോതമ്പുണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ വളരെ കൃത്യമായി, നിങ്ങൾ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായ തെളിവുകൾ ഇതേപോലെ റിമാൻഡ് റിപ്പോർട്ടിലും അറസ്റ്റ് റിപ്പോർട്ടിലും പറഞ്ഞ് അകത്തേക്ക് പോയ പത്മകുമാറിനെ പോലെയുള്ള, വാസുവിനെ പോലെയുള്ള ആളുകളെ ന്യായീകരിച്ച് അവർ കൊമിഷനാണ്, അറിയാതെ പറ്റിപ്പോയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ശരത്തെ, ഇത് കാണുന്ന 10,000-കണക്കിന് ആളുകൾ പുറത്തുണ്ട്. അവർക്ക് പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പോറ്റിയെ കേറ്റിയതെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാം, ഞങ്ങൾ ഒഴിഞ്ഞുമാറി പോവില്ല. അനിൽകുമാറിനെ പോലെയുള്ള എൻസൈക്ലോപീഡിയ അറിവുകൾ ഞങ്ങൾ ചാനൽ ചർച്ചയിലേക്ക് മാറ്റിവെക്കില്ല, പറയേണ്ടിടത്ത് കൊണ്ടുപോയി പറയും. അനിൽകുമാറിന്റെ അറിവുകൾ കേവലം കൈരളി ചാനലിന്റെ കോൺഗ്രസ് എംപിമാരും നിജേഷും തയ്യാറാണോ? അങ്ങനെ മാറ്റി പാടേണ്ടി വരുന്നില്ല. പോറ്റിയെ കേറ്റി മാറ്റി പാടേണ്ടി വരുന്ന ഘട്ടം വരട്ടെ. നിങ്ങൾ എന്തിനാ അങ്ങനെയാണെങ്കിൽ കോടതിയുടെ കണ്ടെത്തലിന് കാത്തു നിൽക്കാതെ നിങ്ങൾ അന്ന് പാരഡി പാടിയത്? ഇന്നിപ്പോൾ നിജേഷ് വരട്ടെ, കോടതി പറയട്ടെ എന്ന് പറയുന്നു. അന്ന് നിങ്ങൾ പാരഡി പാടിയത് കോടതി പറഞ്ഞിട്ടല്ലോ, കോടതിയിൽ നിന്ന് കൺക്ലൂഷൻ വന്നിട്ടല്ലോ. ശരത്ത് എന്തിനാ പേടിക്കുന്നത്? പോറ്റിയെ 2019 പോറ്റിയെ കേറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ പേടിക്കാൻ? ഞാൻ നിങ്ങൾ പറഞ്ഞതിലെ കൗതുകകരമായ വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാട്ടിയത്. നിങ്ങൾക്കെന്നാ പാരഡി പാടാൻ ഒരു കോടതിയുടെയും ജഡ്ജ്മെന്റ് വരണ്ടായിരുന്നു.
ഇന്ന് തന്ത്രി ആണ് ഈ പോറ്റി വേണ്ട. അവിടെ കൊണ്ടുവന്ന് വാഴിച്ചത് എന്ന് വളരെ കൃത്യമായി പല അനുഭവങ്ങളിൽ നിന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് നമ്മളടക്കം ഈ ചർച്ചയിൽ അതിന്റെ അന്വേഷണത്തിന്റെ അല്ല, പശ്ചാത്തലത്തിൽ പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ പറയുന്നു ഇപ്പൊ ഞങ്ങൾക്ക് മാറ്റി ആ പാരഡി പാടാൻ സന്നദ്ധമല്ല. ഇത്രേ ചോദിച്ചുള്ളൂ. ശരത്തെ ഈ പാരഡി കേരളം 2 കൈയും നീട്ടി സ്വീകരിച്ച ഈ പാരഡി 1-ാം ഘട്ടമേ ആയിട്ടുള്ളൂ. 2-ാം ഘട്ടം വരുന്നുണ്ട്. ഇടക്കാലത്ത് ഒളിവിൽ പോയി ആരും അറിയാതെ ചോദ്യം ചെയ്ത സഖാവ് കടകംപള്ളിയും നവസഖാവ് PS പ്രശാന്തുമൊക്കെ ജയിലറയ്ക്കുള്ളിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് ആ ചോദ്യം. എന്നിട്ട് എന്തേ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കടകംപള്ളിക്കെതിരെ പറഞ്ഞ ആരോപണത്തിന്റെ തെളിവ് നൽകാതിരുന്നത്? തെളിവുണ്ടെന്നല്ലേ പറഞ്ഞത്? കോടതിയിൽ കൊടുത്തോ? പൊതുസമൂഹത്തോട് വിശദീകരിച്ചോ? SIT കൈമാറിയോ? ചോദ്യം. പിണറായി വിജയന് തന്നെ ഞങ്ങൾ അതിനുള്ള നമ്മളിങ്ങനെ ഒരു പൊതുയോഗ പ്രസംഗത്തിൽ കാര്യമില്ല നിജേഷ്. നിങ്ങൾ കോടിയേരി നിങ്ങൾ ഇപ്പോൾ ക്ഷമിക്കണം, നിങ്ങൾ കടകംപള്ളിയെ കുറിച്ച് പറഞ്ഞു. കടകംപള്ളിയെ കുറിച്ച് പറയുമ്പോൾ ആരോപണം ഉന്നയിച്ച വി ഡി സതീശൻ പബ്ലിക്കിനോട് തെളിവ് പറഞ്ഞോ? തെളിവുണ്ടെന്നല്ലേ പറഞ്ഞത്? കോടതിയിൽ കൊടുത്തോ? ഇല്ലല്ലോ. പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തോ? നാളിതുവരെ കൊടുത്തിട്ടില്ലല്ലോ. രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് പോയി മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നില്ലേ? ഹൈക്കോടതി അത് വിലയിരുത്തിയില്ലേ? എന്തേ വി ഡി സതീശൻ അത് ചെയ്തില്ല? കടകംപള്ളിയുടെ കാര്യത്തിൽ തെളിവുണ്ടെന്ന് പറഞ്ഞയാൾ എന്തേ കൊടുക്കാത്തത്? അതും അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ വരില്ലേ? ശരത്തിന് സമയം കിട്ടുമ്പോൾ ഞാനും ശരത്തും തമ്മിൽ കൈരളി ചാനലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന ഒരു ഒക്ടോബർ മാസത്തെ ചർച്ചയെടുക്കുക. അന്ന് ഈ ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥർ എന്ന് മാത്രമായിരുന്നു. ഞാനതല്ല ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ഉത്തരവാദിത്തമുള്ള ആരോപണത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹം എന്തേ തയ്യാറാകാത്തത്? ശരത്തിങ്ങനെ അതാണ് ചോദ്യം. ശരത്തിങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്ന ഒരാളായിരുന്നു. എന്റെ ചോദ്യം താങ്കൾ റെസ്പോണ്ട് ചെയ്യും. എന്തുവേണമെങ്കിലും പറഞ്ഞോളൂ. അതാ മറുപടി എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ആ തെളിവുകൾ പബ്ലിക്കിന്റെ മുമ്പിൽ കൊടുക്കാത്തത്, കോടതിക്ക് കൊടുക്കാത്തത്, SIT കൊടുക്കാത്തത്? ഇതാണ് ചോദ്യം. വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടിടത്ത് കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുമുണ്ട്. നിങ്ങൾ പോലും അറിയാതെ കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. അയ്യോ, കോടതിയിലേക്ക് കൊടുക്കുന്നത് ഞാൻ ഇവിടെ വിശദാക്കാൻ പറ്റില്ലല്ലോ ശരത്തെ. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചർച്ച SIT വന്ന കാലം പത്മകുമാർ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയിലിൽ പോയ സമയത്ത് നിങ്ങൾ വിചാരിച്ചിരുന്നോ, പ്രതീക്ഷിച്ചിരുന്നോ അദ്ദേഹം ജയിലിൽ പോകുന്നു? മുൻ MLA വാസു, മുൻ പഞ്ചായത്ത് ഒക്കെ ആയ സമയത്ത് ആ കാലത്താണ് അനിൽകുമാർ 3 തവണയാണ് 4 തവണയാണ് സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞു വീട്ടിൽ താമസിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട അനിൽകുമാർ, ഈ അറിവൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിച്ചു കൊടുക്കണം. അദ്ദേഹമൊക്കെ സോണിയാഗാന്ധിയുടെ വീട്ടിലൊക്കെ ചർച്ചയ്ക്ക് പോകുന്ന ആളാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഈ അറിവുമായിട്ട് വെറുതെ കൈരളിച്ചാലിരിക്കരുത്. പരമാവധി വേഗം കൊടുത്തേക്കണം. നിജേഷിന്റെ മറുപടിയുടെ ആദ്യ ഭാഗം ഒരു പരിഹാസ രൂപേണയായിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് അവസാനവും അവിടെ എത്തി നിൽക്കുന്നു. താങ്കൾ ഇത് ഈ നിലയിലുള്ള എൻസൈക്ലോപീഡിയ വർക്ക് അങ്ങനെ തുടരണം എന്ന് പറയുന്ന ഒരു പരിഹാസം അതിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹം പറഞ്ഞു വെച്ചത് പ്രതിപക്ഷ നേതാവ് കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഏതൊക്കെയോ വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞു എന്നാണ്. അതേതാണെന്ന് ഞാൻ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. താങ്കളുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ 2014 അന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ തെറ്റുകളുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത് ഏറ്റെടുക്കും, 2019 ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കുമോ എന്ന മറു ചോദ്യവും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അനിൽകുമാർ, ആദ്യമായിട്ട് വി ഡി സതീശനെ ഞാൻ ഈ ചർച്ചയെ വെല്ലുവിളിക്കുന്നു. ഒരു സത്യവാങ്മൂലം കൊടുത്താൽ മതി. കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരന് ഇത് കൈമാറി എന്ന ആരോപണം സംബന്ധിച്ച് ആ കോടീശ്വരൻ ആരാണ്, എപ്പോൾ കൈമാറി, എവിടെ വെച്ച് കൈമാറി, വെറുതെ എഴുതി കൊടുത്താൽ പോരാ, ഒരു സത്യവാങ്മൂലം കൊടുക്കണം. പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണെങ്കിൽ, കോൺഗ്രസ് പാർട്ടിക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വി ഡി സതീശനോട് ഒരു സത്യവാങ്മൂലം എഴുതി തിരുവനന്തപുരത്തെ കോടതിയിൽ കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. മുട്ടുവിറയ്ക്കും, മുട്ടിടിക്കും. അതുകൊണ്ട് വെല്ലുവിളിയായിട്ടങ്ങ് എടുക്കുക. വൈകുന്നേരം ചർച്ച കഴിഞ്ഞ് സതീശനോട് പോയി പറഞ്ഞാൽ മതി, അമ്മാവ ചർച്ചയ്ക്ക് പോയപ്പം ഇങ്ങനൊരു വെല്ലുവിളി കേട്ടു, ഒരു സത്യവാങ്മൂലം എഴുതി കോടതിയിൽ കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റ് ചെയ്ത് വേണം, സത്യപ്രസ്താവന. അത് കൊടുത്താൽ, പണ്ട് കള്ളപ്രസ്താവന കൊടുത്തതിന് കരുണാകരൻ രാജിവെച്ചൊരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കാണാം.
സതീശൻ ഒളിഞ്ഞു കിടക്കുകയാണ്, ഒളിച്ചു പോയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ പുള്ളി പോകാറില്ല, കാരണം അവിടുത്തെ കോടതിയിലാണ് കേസ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് പോകേണ്ടി വരികയില്ല സതീശന് അധികകാലം. ഇനി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട് മണിയെ കൊണ്ടുവന്നല്ലോ, KPCC ആഫീസിലുണ്ടോ ഇപ്പം മണി? മണി എന്ത് ചെയ്യും ഇപ്പം? ഡി മണി എന്താണ്? കുറേ പേര് പറയുന്നുണ്ട് സഖാവ് മണിയാന്ന്. നിങ്ങളുടെ കുറേ ആളുകൾ ചാനൽ ചർച്ച വന്നിരുന്നത് സഖാവ് മണിയാണ് കേട്ടോ. ഡിണ്ടിക്കലിൽ നിന്ന് വന്നതാണ്. ഡിണ്ടിക്കൽ CPMൻ്റെ MP ഉള്ള സ്ഥലമാണ്, സഖാവ് മണിയാണ്. എന്താ ഇപ്പോൾ ഡി മണി? വണ്ടിക്കൂലി അങ്ങോട്ട് കൊടുത്ത് മണിയെ തിരിച്ചയച്ചു. അതാണ് അവസ്ഥ. എന്താണ് ചെന്നിത്തല സതീശനോട് ഈ കേസിനോട് ചെയ്തത്? അന്വേഷണം വഴിതെറ്റിക്കുന്നു. ഞാൻ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞാണ് സങ്കടം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. എത്ര ദിവസം അവിടെ കുടികിടപ്പ് കിടന്നു? എന്താണ് ബന്ധം? നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞല്ലോ, എന്താ അദ്ദേഹം പറഞ്ഞത്? എന്തോ ഒരു ചികിത്സയ്ക്ക് കൊണ്ടുപോയത്. എന്ത് ചികിത്സയത്? അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. ശബരിമലയുടെ പ്രധാന പുരോഹിതനായി താന്ത്രിക സ്ഥാനത്ത് ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രിക്കൊപ്പം പരിഗണിക്കപ്പെടേണ്ട ഒരാളായിട്ടാണ് സോണിയാഗാന്ധിയുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ 2 MPമാർ ഈ പെരുങ്കള്ളനായ 1-ാം പ്രതിയെ അവതരിപ്പിച്ചത്. അത് മനസ്സിലാക്കണം. ആ കൂടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ വീട്ടിൽ അന്വേഷിക്കണോ? ഞങ്ങൾ അന്വേഷിക്കണോ? ഇതാ ഞാൻ ശരത്തിന് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണനും പോറ്റിയും അജയ് തറയിലൂടെ ചേർന്ന് ഒരു കൊടിമരത്തിന് അദ്ദേഹം ഒരു ഉദ്ഘാടന ചടങ്ങിൽ മുന്നിൽ നിൽക്കുന്ന പടം. 2015 കൊടിമരം 2016 സ്ഥാപിക്കപ്പെടുന്ന കാലത്തെ പടമാണ്. ഒന്ന് നോക്ക്, എന്താണ് അദ്ദേഹത്തിൻ്റെ റോള്? ആരാണ് പോറ്റി? ആ പടത്തിൽ കാണുന്ന പോറ്റിക്ക് എന്താണ് അധികാരം? PCR കൊടുത്തൊന്ന് പ്ലേ ചെയ്യാൻ പറ. ഇനി വാജിവാഹനം, ഞാൻ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ വിവരങ്ങളും കൊണ്ട് തരണ്ടേ? വാജിവാഹനത്തിൻ്റെ പടം അങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ട് ശരത്തിന്. കണ്ടു. കോൺഗ്രസിൻ്റെ പ്രകൃതിക്ക് ഒന്ന് ഇട്ട് കൊടുത്തേരും. നിജേഷ് എന്താ കാണുന്നത്? ഈ വാജിവാഹനം 2017 ഈ കൊടിമരപ്രതിഷ്ഠ പൂർത്തിയായ ശേഷം, കൊടിമരപ്രതിഷ്ഠ പൂർത്തിയായ ഉടൻ തന്നെ തന്ത്രിക്ക് കൈമാറി പ്രയാർ ഗോപാലകൃഷ്ണൻ. ചട്ടവിരുദ്ധമായി, നിയമവിരുദ്ധമായി കൈമാറിയ വ്യക്തിയുടെ പേര് പ്രയാർ ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ അത് തിരിച്ചു തരാമെന്ന് തന്ത്രി പറയാൻ കാരണം എന്താണ്? എൻ്റെ കയ്യിലിരിക്കുന്നത് ദേവൻ്റെ മുതലാണ്, നിയമവിരുദ്ധമാണ്. അത് എന്തിന് കൈമാറി? അപ്പോൾ എന്താണ്? പോറ്റിയും തന്ത്രിയും അറസ്റ്റിലാകുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അജയ് തറയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇനി 3, ഇവിടെ വിവരങ്ങളൊന്നുമില്ലല്ലോ. മെർക്കുറി പൂജ, മെർക്കുറി ഒഴിച്ചല്ലോ. ഞാൻ മാതൃഭൂമി ചാനലിലെ അന്ന് ശ്രീധരനാണ് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടും അതിൻ്റെ ഭാഗമായി പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ശരത്തിന്. പകർപ്പവകാശ നിയമം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് നോക്ക്. ഇതൊന്നും ഞങ്ങളുടെ ഇല്ലെന്നാണ് വിചാരം. അടിവേര് മാന്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഒരു പാർട്ടിയെ അന്തസ്സായി രാഷ്ട്രീയ പൊതു നടന്ന പാർട്ടിയാണ്. 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോഴത്തേക്കും അതെ ശരത്തെ 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ, കോടികളുടെ കിലുക്കം കണ്ടപ്പോൾ കോൺഗ്രസും BJP കൂടെ വെട്ടി പിടുങ്ങിയപ്പോൾ പോടാ പുല്ലേ നോട്ടുകളുടെ കിലുക്കം കണ്ടപ്പോൾ കിലുങ്ങാത്തൊരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലക്ഷക്കണക്കിന് മനുഷ്യർ ചോരയും വേർപ്പും ഒഴുക്കി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നൊരു സുതാര്യമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടി. ഞങ്ങൾ 2 മാസം കേട്ടത് കള്ളന്മാർ. ചാനൽ ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോഴും എന്നെ കള്ളാന്ന് വിളിച്ചു കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങളെല്ലാം കേട്ടു. അന്നും ഇതേ പുഞ്ചിരിയോടുകൂടി ഞങ്ങൾ നാട്ടിൻ്റെ മുന്നിൽ നിന്ന് എന്താ കാരണം അറിയാമോ? ഞങ്ങൾ വിശുദ്ധരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു തെറ്റുകാരനെ ഞങ്ങൾ സംരക്ഷിക്കുകയല്ല, കുറ്റവാളി ജയിലിൽ പോവും. അതുകൊണ്ട് കൃത്യമാണ് നടപടി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസ് പാർട്ടി പരിശ്രമിച്ചത് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കള്ളന്മാരെ രക്ഷിക്കാൻ എന്ന ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുന്നു. മറുപടി പറയൂ. ശരി, ഏതായാലും യാദൃച്ഛികമാണോ അതോ ഏത് നിലയ്ക്ക് എടുക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഓരോരുത്തരും അവരുടെ ഒരു വിശകലന ശേഷിക്കനുസരിച്ച് എടുത്തോളൂ. ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ഈ വലിയ സാമ്പത്തിക നഷ്ടം ദേവസ്വം ബോർഡിനും ശബരിമലയ്ക്കും ഒക്കെ ഉണ്ടാക്കും വിധത്തിൽ പ്രവർത്തിച്ച 1, 9, 10 പ്രതികൾ എന്ന് പറയുന്നതിൽ ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ ഒന്ന് ഗോവർദ്ധൻ, മറ്റൊന്ന് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭണ്ഡാരി. ഈ 3 ആളുകളുമാണ്
സോണിയാഗാന്ധിക്കൊപ്പം ദില്ലിയിൽ നിൽക്കുന്ന ആ ചിത്രത്തിൽ ഒരുപോലെ വന്നിട്ടുള്ളത് എന്നതുകൂടി കാണണം എന്നുള്ളത് സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം. ഞാൻ ഇവിടെ ലാൽകുമാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ അന്വേഷണം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ വിശ്വാസത്തോടെ വലിയ വിശ്വാസ്യതയോടെ മുന്നോട്ട് പോകുന്ന ഒന്നാണോ? രണ്ട്, കഴിഞ്ഞ ദിവസം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതിയുടെ അതിന്മേലുള്ള നിരീക്ഷണവും ആ ഉത്തരവും വളരെ ഷാർപ്പായിരുന്നു. കോടതി ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് വന്നത്, നിങ്ങൾക്ക് ധൈര്യമായി ആരെയും ഭയക്കാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് കോടതി അന്ന് പറഞ്ഞത് ഒരുപക്ഷെ തന്ത്രി അടക്കം ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഒരുപക്ഷെ വരാൻ പോകുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുമായിരിക്കും, യുക്തി വെച്ച് ചോദിക്കുന്നതാണ്. ആ സാഹചര്യത്തിൽ നിന്ന് ഇനി വരാൻ പോകുന്നൊരു ഘട്ടം അത് കുറെ കൂടി ഗൗരവമുള്ളതാണ് എന്ന് കോടതിയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാവുമോ കോടതി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യമായി ആരെയും ഭയക്കാതെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാം? പക്ഷേ രാഷ്ട്രീയമായി ഒരുപാട് ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് നടന്നു. മാധ്യമങ്ങൾ അത് ആവോളം ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. മാധ്യമങ്ങൾക്കുമുണ്ടായി കോടതിയുടെ ഭാഗത്ത് നിന്ന് മാധ്യമ വിചാരണ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിനെതിരെ. അപ്പോൾ ഇന്ന് ജനം എങ്ങനെയാണ് ഇതിനെ വേർതിരിച്ച് എടുക്കുന്നത് ലാൽകുമാർ? അല്ല, ഇവിടെ ആദ്യം ഇപ്പോൾ കഴിഞ്ഞ സ്ട്രെച്ചിൽ നിജേഷ് സംസാരിച്ച ഒരു ടോണ് അത് അങ്ങനെ അനുവർത്തിക്കേണ്ടതാണോ എന്ന് അദ്ദേഹം ആലോചിക്കണം. അത് ഒരു ശരിയായ ടോൺ ആയിരുന്നു എന്നുള്ള വിലയിരുത്തൽ എനിക്കില്ല. ഞാൻ അതേ കമൻറ്റ് നിർത്തി. ഇനി അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ മിണ്ടില്ല. പക്ഷെ അത് ശരിയായ രീതിയിലാണത് വന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പോട്ടെ, ഞാൻ വിട്ടു. താങ്കൾ പറഞ്ഞ ഒരു ചോദ്യം അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു നിമിഷം ലാൽകുമാർ, സോറി ഇന്ററപ്റ്റ് ചെയ്യുന്നതിൽ, നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ 2014 കൊടിമരം പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാം, മറ്റ് ബോർഡ് അംഗങ്ങൾ അജയ് തറയിൽ അടക്കമുള്ളവർ കാണാം. കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട 2014 ചിത്രമാണ് നേരത്തെ അനിൽകുമാർ പറഞ്ഞത്. മുമ്പ് തന്നിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ സ്ക്രീനിലേക്ക് പ്രേക്ഷകർക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഞാൻ നിജേഷിലേക്ക് വരാം. ലാൽകുമാർ പറഞ്ഞോളൂ. അപ്പം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായി എവിഡൻസ് ഇല്ല, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എവിഡൻസ് റിക്കവറി ചെയ്യാതെ ചുമ്മാതെ ആൾക്കാരെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യം അവർ രക്ഷപ്പെട്ടു പോകും. അപ്പം അന്വേഷണത്തിനൊരു വലിയ മേൽനോട്ടം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അന്വേഷണം തന്നെ ഇതേ അന്വേഷണം തന്നെ പിണറായി വിജയൻ്റെ പോലീസ് ഒരു മേൽനോട്ടം ഇല്ലാതെ നടത്തുമായിരുന്നെങ്കിൽ UDF ഒരിക്കലും ഇത് അംഗീകരിക്കില്ല. ഇന്നാണെങ്കിൽ കുമ്മനം രാജശേഖരന് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ സംശയമുണ്ടെന്നാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു സംശയവുമില്ല. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ ഗവർണറുമായിരുന്ന കുമ്മനം രാജശേഖരന് പെട്ടെന്ന് സംശയം തോന്നുന്നു. അങ്ങനെയാണ് ഈ കാര്യം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ ഇതുപോലെ ഞാൻ അസിതമായിരുന്ന ചർച്ചയ്ക്കകത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത്, 2 പേരെ ഇതിനേക്ക് 2 ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ ഇൻഡക്റ്റ് ചെയ്തത് CPIMൻ്റെ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്നാളാണ്. അന്ന് നമ്മൾ പറഞ്ഞു, നോക്കൂ, ഹൈക്കോടതി ഏതേലും തരത്തിൽ ഇയാൾ ഒരു കറപ്റ്റ് ഓഫീസേഴ്സ് ആണെങ്കിൽ അവരെ പുറത്താക്കും, സമ്മതിക്കത്തില്ല. അവസാനം ഹൈക്കോടതി അതേ തന്നെ ഒരു പരാമർശം നടത്തി, അവർക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന രീതിയിൽ പരാമർശം നടത്തി. അത് പെട്ടെന്നങ്ങ് വിഴുങ്ങി. നോക്കൂ, കേരളത്തിൽ നടക്കുന്ന പല വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ താങ്കൾ സൂചിപ്പിച്ച ഹൈക്കോടതിക്ക് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണ പുരോഗതിയും അന്വേഷണ ഏജൻസി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും ഒരു ചർച്ച കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സങ്കടകരമായ കാര്യം. അവർ പറയുന്ന മാധ്യമ വിചാരണ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ ഈ പോലീസിനെയോ ഈ പറയുന്ന ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് മാത്രമായി മാധ്യമപ്രവർത്തനം മാറി. അത് നമ്മൾ പല ഘട്ടങ്ങളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. മാധ്യമപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വർഷങ്ങളായി UDFന് വേണ്ടിയിട്ടുള്ള പണിയാണ്. അത് സ്റ്റേറ്റിനെതിരെ പണി ചെയ്യുക, ഗവൺമെൻറ്റിനെതിരെ പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ സങ്കടവശാൽ ഇവർ UDFന് പ്രതിപക്ഷ നേതാവിന് വേണ്ടി എടുക്കുന്ന പണിയായി മാത്രം മാറി. പ്രതിപക്ഷ നേതാവ് പല കാര്യത്തിനും ഉത്തരം പറയാറുമില്ല. പ്രതിപക്ഷ നേതാവിനൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് പറ്റുന്നതാണെങ്കിൽ അദ്ദേഹം പറയും, അല്ലാത്തതാണെങ്കിൽ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു എന്ന് പറയുന്ന ഒരു രീതിയാണ് കുറേ നാളുകളായിട്ടുള്ളത്. പിന്നെ നിജേഷ് ഇവിടെ പറഞ്ഞേ, ഞാൻ ഒന്നുകൂടെ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്, ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിജേഷ് പറഞ്ഞ ഒരു വിഷയം ഇപ്പം സഖാവ് അനിൽകുമാറാണ് അത് ഉയർത്തിക്കൊണ്ടുവന്നത്. സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ഇവർ ചെല്ലുന്നു. സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പം എന്തായാലും അവിടെ ഒരു ഓഫീസുണ്ട്.
സോണിയാഗാന്ധിയുടെ ആൾക്കാർ അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട് അടൂർ പ്രകാശ് പോയത് പോറ്റിയുടെ കൂട്ടത്തിലാണെന്ന്. അപ്പോൾ സോണിയാഗാന്ധി ഈ ആര് പറഞ്ഞിട്ടാണ് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്? എന്തടിസ്ഥാനത്തിലാണ് ഇവർ അപ്പോയിൻമെൻറ്റ് കൊടുത്തത്? എന്തിനാണ് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്? കാര്യം ഇവർ ഏറ്റവും വലിയ നോക്കൂ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വലിയ മോഷണം നടത്തിയ ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. 1, 9, 10 പ്രതികളാണ് സോണിയാഗാന്ധിയോട് നിൽക്കുന്നത്. അതിനോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്, ഒരു MP ഉണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശ് വളരെ കൃത്യമായി കൈയൊഴിഞ്ഞു. അടൂർ പ്രകാശ് അല്ല, അടൂർ പ്രകാശ് ഇയാളുടെ കൂട്ടത്തിൽ പോയതാണ്. നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം. അങ്ങനാണെങ്കിൽ ചോദ്യം ഇത്രയേ ഉള്ളൂ, സോണിയാഗാന്ധിയുടെ ഓഫീസ് ആരുടെ റിക്വസ്റ്റിലാണ് ഈ അപ്പോയിൻമെൻറ്റ് കൊടുത്തത്? ഇപ്പോഴും പറയുന്നില്ലല്ലോ. നിജേഷ് കോൺഗ്രസിൻ്റെ പ്രതിനിധി മറുപടി പറഞ്ഞേ പറ്റൂ. അത് നിജേഷിന് പറയാം. നിജേഷ് അപ്പോൾ കുഴപ്പമെന്നറിയോ, അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായി അജ്ഞനാവും. പിന്നെ ഈ പറയുന്ന ഇതല്ല ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് വേറെ എന്തെങ്കിലും പറയും. വളരെ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ആരാണ് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്? ശരി, ആരുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഈ രാജ്യത്തെ ജനങ്ങൾ ഇത് അറിയണ്ടേ? രാജ്യത്തിൻ്റെ നോക്കൂ, ഏറ്റവും സമുന്നതമായ ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രി വരെ ആകും എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്കുള്ള അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് 10 ജൻപത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ എല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ ഈ പറയുന്ന അടൂർ പ്രകാശിനെ അവിടെ നേരെ ചെന്നാൽ കയറ്റത്തില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഞാൻ അടൂർ പ്രകാശിനെ കുറ്റം പറയുമൊന്നുമല്ല. കരുണാകരനെ കയറ്റാത്തൊരു സ്ഥലമായിരുന്നു അത്. കരുണാകരൻ പോയി അവിടെ കേരള ഹൗസിൽ കിടന്ന് തിരിച്ചു വരേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. YSRന്റെ മകനെയും ഭാര്യയെ അവിടെ കയറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാർട്ടി അവിടെ പൊളിഞ്ഞതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ പോറ്റി അവിടെ കയറിയെങ്കിൽ നമുക്ക് ഈ പോറ്റി ഈ നടത്തിയ പരിപാടിയിൽ നിന്ന് സോണിയാഗാന്ധി സ്വർണം കട്ടെടുത്തു എന്ന് നമ്മൾ പറയുന്നില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, പോറ്റി എങ്ങനെ അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ആരുടെ ബേസിൽ അവിടെ ചെന്നു എന്ന് പറയാൻ പറ്റാത്ത കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ ഇവിടെ വന്നിരുന്ന് ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കിലോട്ട് ഈ ടാറ് വാരി ഇടാനാണെങ്കിൽ നിങ്ങൾ എത്ര നേരം വേണമെങ്കിൽ ഇട്ടോ. പക്ഷെ നിങ്ങളോടുള്ള ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി ഇല്ലല്ലോ. സോണിയാഗാന്ധിയുടെ പെരക്കകത്ത് അല്ലെങ്കിൽ പോയി നിൽക്കുന്ന കേസാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അവിടെ വഴി പോയി നിൽക്കുകയാണ്, കയറ്റാൻ പറ്റാതെ. കോൺഗ്രസ്സുകാർ അവിടെ വഴി പോയി നിൽക്കുകയാണ്, അവിടെ കയറ്റത്തില്ല. അവിടെ ഞാൻ ഉറപ്പിച്ച് പറയുന്ന അടൂർ പ്രകാശിനെ അവിടെ കയറ്റത്തില്ല. എനിക്ക് അതിനകത്തൊരു സംശയമില്ല. കാര്യം അടൂർ പ്രകാശിന്റെ ഒരു സ്റ്റേച്ചറിന് ഒരാൾക്ക് ഡയറക്റ്റ് ആക്സസ് സോണിയാഗാന്ധിയുടെ കിട്ടത്തില്ല. പറയാൻ വേണ്ടി പറഞ്ഞ അല്ല, അതൊരു സത്യമാണ്. മനസ്സിലായി. അങ്ങനെ ഇരിക്കേ ഒന്ന് ചുരുക്കിയേ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കേ ഇതിന് ഉത്തരം പറയുന്നിടത്തോളം കാലം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നിടത്തോളം കാലം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിജേഷിന് പറയാൻ പറ്റണമെന്നില്ല, സോണിയാഗാന്ധിയുടെ ഓഫീസെങ്കിലും അത് വ്യക്തത വരുത്തേണ്ടതാണ്. അല്ലാതെ ഈ ബാക്കിയുള്ളവർ അറിവിനെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. രക്ഷപ്പെടാൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അത്രേ. ശരി, നിജേഷ് അരവിന്ദ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് പോലും ഈ കാലയളവിൽ ഉന്നയിച്ച അദ്ദേഹം വളരെ ഗൗരവമുള്ളെന്ന് അദ്ദേഹം കരുതുന്ന ഒരു ആരോപണത്തിൽ ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അദ്ദേഹം സത്യവാങ്മൂലം കൊടുക്കാൻ തിരുവനന്തപുരം കോടതിയിൽ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത്. നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനങ്ങൾക്കോ ആക്ഷേപങ്ങൾക്കോ ബലം പകരുന്ന വിധത്തിൽ ഹൈക്കോടതിയുടെ അതൃപ്തിയോ വിമർശനമോ സർക്കാരിന് ഏൽക്കേണ്ടി വന്നിട്ടില്ല. മാത്രവുമല്ല, അന്വേഷണ സംഘത്തോട് പൂർണ്ണ വിശ്വാസത്തോടെയാണ് കോടതി ഓരോ സിറ്റിങ്ങിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ലിയറൻസ് കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പുറത്ത് നോക്കൂ, ഇപ്പുറത്ത് ഈ വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? സ്വർണം കട്ടവന് കൂട്ടുനിന്നവനും ആ സ്വർണം വാങ്ങിച്ചെടുത്തവനുമൊക്കെ അഴിയെണ്ണും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അത് പടിപടിയായി നടന്നു വരുന്നതല്ലേ യഥാർത്ഥത്തിൽ കേരളം കാണുന്നത്? ഏതായാലും VD സതീശൻ പേടിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകാറില്ല. ഇപ്പോൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കേരളത്തിൽ സഞ്ചരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് സംരക്ഷിച്ചെടുക്കണം, നിങ്ങൾ കൂടി സഹായിക്കണം. എന്നാൽ 9.25 കൊല്ലമായി ശ്രീ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. നിങ്ങൾക്ക് കയ്യിലുള്ള ഈ തെളിവെല്ലാം കൂടി അദ്ദേഹത്തിന് കൊടുത്ത് ശരിക്കും ഇത് അന്വേഷിച്ച് ഈ കോൺഗ്രസ്സുകാരെ മൊത്തമായി ജയിലിലടക്കേണ്ട സമയമല്ലേ ശ്രീ അനിൽകുമാർ നിങ്ങൾ വേസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഏതായാലും ചെയ്തത് മോശമായി പോയി. ഇനി ബാക്കിയുള്ളൊരു 3.25 മാസം കൊണ്ടെങ്കിലും ഈ കോൺഗ്രസ്സുകാരെയൊക്കെ, സോണിയാഗാന്ധി ഉൾപ്പെടെ എല്ലാവരെയും ഒന്ന് ജയിലിലടക്കാനുള്ള പണി നിങ്ങൾ എടുത്തു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പിന്നെ വെറുതെ
വൈകുന്നേരം നമ്മളിവിടെ ചർച്ച ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ കയ്യിലെ തെളിവുകൾ ദയവ് ചെയ്ത് അത് കൊടുക്കാതിരിക്കരുത്, എത്രയും പെട്ടെന്ന് കൊടുക്കണം. നമുക്ക് സോണിയാഗാന്ധിയൊക്കെ അറസ്റ്റ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ ശ്രീ ലാൽകുമാർ പറഞ്ഞ ആ ലിസ്റ്റൊക്കെ നമുക്ക് ഒരു കേസിന്റെ ഭാഗമാവട്ടെ, എന്നാലല്ലേ ശ്രീ ലാൽകുമാർ അതൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. അല്ലാതെ ഇന്ന ദിവസം എങ്ങനെ പോയി എന്നും പറ്റില്ലല്ലോ. കേരള പോലീസ് കേസെടുക്കട്ടെ, എത്രയും പെട്ടെന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘം സോണിയാഗാന്ധിയുടെ ഇൻവോൾവ്മെന്റ് അന്വേഷിക്കാൻ, കോൺഗ്രസ് നേതാക്കൾ ഇൻവോൾവ്മെന്റ് അന്വേഷിക്കാൻ ഒരു പുതിയ SIT ഉണ്ടാക്കട്ടെ. നമുക്ക് ആ വഴിക്ക് പോകാം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. ഒരു പൊതു ചർച്ചയ്ക്ക് ഈ വിഷയം വരുമ്പോൾ സോണിയാഗാന്ധിക്ക് എങ്ങനെ ഇവർക്ക് ഈ അനുമതി എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യം പൊതു ചർച്ചയിൽ രൂപപ്പെടുമ്പോൾ മറുപടി പറയാൻ രാഷ്ട്രീയമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജനാധിപത്യപരമായി നിങ്ങൾക്ക് അവകാശമില്ലേ? തീർച്ചയായും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പെട്ടെന്ന് വരട്ടെ. കോടതിയും പോലീസും അല്ലേ പറഞ്ഞത്? പബ്ലിക്കിന്റെ മുമ്പിൽ പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്നാണ് ചോദ്യം. നിജേഷ്, അയ്യോ, നിങ്ങളൊരു ചിത്രമെടുത്ത് കുറെ ദിവസമായി നിങ്ങളുടെ സൈബർ ഞാൻ വളരെ ഉയർന്ന നിലവാരം ഞാൻ പ്രതീക്ഷിച്ച കഴിഞ്ഞ ചർച്ചയിലൊക്കെ റെജി ലൂക്കോസ് ആയിരുന്നു വളരെ സ്ട്രോങ് ആയി ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതായാലും അദ്ദേഹം നിരീക്ഷകൻ സ്ഥലം കൂടൊഴിഞ്ഞു പോയി. ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ പറയട്ടെ, ഞങ്ങൾ കേട്ടോളാന്നേ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധിക്ക് അനുമതി കിട്ടി. സോണിയാഗാന്ധിയെ കാണാൻ ഈ മൂന്ന് കാട്ടുകള്ളന്മാർക്ക് ഒരല്പം നിലവാരം സോണിയക്ക് മഹാരോഗം പിടിപെട്ടപ്പോ ചരട് കെട്ടാനാണ് പോകുന്നതെങ്കിൽ ഗോവർദ്ധനും ഭണ്ഡാരിയും എന്തിനു പോണം? ഈ മൂന്ന് പ്രതികളും സ്വർണം കവർന്ന, സ്വർണം മുതൽ ആ കട്ട മുതൽ വാങ്ങിച്ചവർ എങ്ങനെ ഇതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ജനത്തിനോട് പറയാൻ ബാധ്യസ്ഥരല്ലേ എന്ന് എന്റെ ചോദ്യമുള്ളൂ. SIT കോടതിയല്ല, ജനങ്ങളോട് പറയേണ്ട ബാധ്യതയില്ലേ? സോണിയാഗാന്ധിയെ കൂടി ഉൾപ്പെടുത്ത്. നിങ്ങൾ ഉൾപ്പെടുന്ന ജനമാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ ജനം വോട്ട് ചെയ്യുന്നത്. കുളിപ്പിച്ച് കിടത്തിയില്ലേ പിണറായി വിജയന്റെ ഭരണകൂടത്തെ? കുളിപ്പിച്ച് കിടത്തിയില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് മതി വരാത്തത് കൊണ്ടാണോ കേരളത്തിലെ പഞ്ചായത്ത് പോയി, ബ്ലോക്ക് പോയി, മുനിസിപ്പാലിറ്റി അനിൽകുമാറിലേക്ക്? കാരണം അത് വേറൊരു ചർച്ചയുടെ ഭാഗമായതുകൊണ്ടാണ്. നമ്മൾ അത്തരം രാഷ്ട്രീയ അവകാശവാദങ്ങളുടെ സ്പേസ് അല്ല. പക്ഷേ നിജേഷിനെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം, എന്റെ ചോദ്യം അതൊന്നുമായിരുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ബലം പകരുന്ന ഹൈക്കോടതി ഇടപെടലുകൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തി നിരന്തരം കോടതി നൽകി. അത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും കൊടുത്ത ഉറപ്പിന് കിട്ടുന്ന ബലമല്ലേ? താങ്കൾ ആ ചോദ്യത്തെ അവഗണിച്ചു. അതവിടെ കിടന്നോട്ട് ആ ചോദ്യം. ശ്രീ അനിൽകുമാർ, പോറ്റി ശബരിമല കയറിയതിനു ശേഷം ഞാനിപ്പോൾ ശരത്തിന് അയച്ചു തന്നിട്ടുണ്ട്. 2 മണികൾ അവിടുന്ന് നഷ്ടപ്പെട്ടു. അജയ് തറയിലിൻ്റെ ഈ കാലത്താണ് ഈ വാജിവാഹനം കൊടുത്ത പോലെ കൊടുത്തൊരു ഇടപാടാണത്. ആ മണികളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് അവസരം താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. കാര്യം വിളിച്ചു പറയല്ലേ. നിജേഷ് ഭയക്കാതെ, അസ്വസ്ഥനാവാതെ നിങ്ങൾ തന്നെ പറഞ്ഞ് തിരിച്ചാൻ പറയാ. ശരിയല്ല ശരത്ത്, ഇതൊരു ശരിയല്ല. നിജേഷ്, നിങ്ങൾ ഭയക്കാതെ അസ്വസ്ഥനാകാതെ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തോളാന്നല്ലേ പറഞ്ഞത്? വൈകുന്നേരത്തെ ഒരു മണിക്കൂർ നഷ്ടപ്പെടുത്തും. വിലപ്പെട്ട സമയമാണ് മണി നഷ്ടപ്പെടും. ഇപ്പോൾ 2019 പോറ്റിയുടെ കള്ളത്തരത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ആ പോറ്റി കയറിയ കാലം മുതലുള്ള കള്ളത്തരം അന്വേഷിക്കണ്ടേ? അതോ അന്വേഷിക്കേണ്ടെന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? പോറ്റി ആത്മീയ കാര്യങ്ങളിൽ തന്ത്രിക്കൊപ്പം കാലം 2014 പിന്നെ ആരോട് അദ്ദേഹം വിലപിക്കുന്നു? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ ഇത് നടക്കുന്നത്? എന്താണ് ഈ നിജേഷ് പറയുന്നത്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷിക്കുന്നു. അനിൽകുമാർ അതിന്റെ ടേംസ് ആൻഡ് റെഫറൻസ് ഒക്കെ അനിൽകുമാർ കൊടുക്കട്ടെ. ഈ നിങ്ങൾ ഇടങ്കോലിടാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. നിങ്ങൾ ഇത്ര അസ്വസ്ഥനാവുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. ഇത് ചർച്ചയുടെ എന്നാ പിന്നെ സൈലന്റ് ആവും. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറയേണ്ടത് പറഞ്ഞു. നിങ്ങളുടെ വാദം കഴിഞ്ഞു, നിങ്ങളുടെ വെർഷൻ കഴിഞ്ഞു. അത് താങ്കൾ പറഞ്ഞപ്പോ ഇവരെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നില്ലേ? ആരും ഇടപെട്ടില്ലല്ലോ. ഇത് ശരിയായ രീതിയല്ല. നിജേഷ് സംസാരിച്ചപ്പോൾ ഇവരാരും ഇടപെട്ടില്ല. നിങ്ങൾ അസ്വസ്ഥനാവുന്നതല്ല ചർച്ചയുടെ മര്യാദ. ചർച്ചയുടെ മര്യാദ അതല്ല.
നിങ്ങൾ പറഞ്ഞപ്പോൾ ഇവർ കേൾക്കുകയായിരുന്നില്ലേ? അത്രേ പറഞ്ഞുള്ളൂ. നിജേഷ് പറഞ്ഞപ്പോൾ ഇവർ കേട്ടിരിക്കുകയായിരുന്നില്ലേ? ശ്രീ അനിൽകുമാർ, താങ്കൾ ഇത് ഇനി കേൾക്കാനാവില്ല. നിജേഷ്, ഇത് കേൾക്കാനാവില്ല. ശ്രീ അനിൽകുമാർ ഉണ്ടെങ്കിൽ ചുരുക്കത്തിൽ വേഗത്തിൽ പൂർത്തിയാക്കാം, സമയം കഴിഞ്ഞു. അതെ, നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചു തെളിവുണ്ടോന്ന്. തെളിവുണ്ടതേ. ഈ തെളിവുകൾ SITയുടെ മുന്നിൽ കൊടുക്കാൻ പോവാണെന്നേ. പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ 2019 അന്വേഷിക്കുന്നത്. 1 മാസമല്ല, 2 മാസം മുമ്പ് CPM ആവശ്യപ്പെട്ടത് 2014 മുതൽ അന്വേഷിക്കണം. അതിന് കാരണം എന്താണ്? പോറ്റ് കയറിയ കാലം മുതൽ അന്വേഷിക്കണം. പോറ്റ് കയറിയത് 2014 പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ബോർഡ്. തെളിയിക്കപ്പെട്ടൊരു കാര്യം, ബാജി വാഹനം ശബരിമലയിൽ നഷ്ടപ്പെട്ടു, തന്ത്രിയിലുണ്ടെന്ന് കണ്ടെത്തി. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മണി 2 മണി തെളിവ് തരാം, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യപ്പ വിഗ്രഹം പുതുക്കി വന്നപ്പോൾ പഴയത് ഉടച്ചുണ്ടാക്കിയ മണി ഇല്ല അവിടെ. ശരി, വില മതിക്കുമെന്നറിയാമോ? നമുക്ക് അന്വേഷിക്കണം. ഇത് പോറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനാണ് കോൺഗ്രസ്സുകാർക്ക് വിഷമം? അല്ല, ഞങ്ങളുടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസമായിരുന്ന കള്ളന്മാരെ കുറിച്ച് പറഞ്ഞാൽ കോൺഗ്രസിന് എന്താ വിഷമം? അതുകൊണ്ട് ഇത്ര കാര്യമുള്ളൂ. കൃത്യമായ അന്വേഷണം, കൃത്യമായ വഴിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശബരിമല എന്ന് പറയുന്നത് രാഷ്ട്രീയ കളിക്കുള്ള ഇടമല്ല. നിങ്ങൾ നിങ്ങളുടെ വർഷം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോൾ ഇവരാരും ഇടപെട്ടില്ല. താങ്കളാണ് താങ്കൾ പറഞ്ഞത് വെച്ച് മാത്രമാണ് അനിൽകുമാർ സംസാരിച്ചത്. പ്രേക്ഷകർ കണ്ടിരിക്കുകയാണ്. താങ്കൾ മറുപടി പറഞ്ഞല്ലോ. നേതാവിനെ പറ്റി അനാവശ്യം പറഞ്ഞാൽ ഇടപെടും. മറുപടി പറഞ്ഞല്ലോ. അനാവശ്യം പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു വരുത്തിയാൽ ഇടപെടും. ആ ചിത്രം അനാവശ്യമാണോ അനിൽകുമാർ? ആ ചിത്രം അനാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അനിൽകുമാർ തെളിയിക്കേ. ആ ചിത്രം അനാവശ്യമാണെന്നാണ് പറയുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആരെയാ താമസിപ്പിച്ചത്? അല്ല, സോണിയാഗാന്ധിയുടെ ചുറ്റും കള്ളന്മാരെല്ലാം കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ തെളിയിക്കേ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആരെയാണ്? ആ ഫോട്ടോ വ്യാജ ഫോട്ടോയാണോ? അല്ല, നിജേഷ്, ആ ഫോട്ടോ വ്യാജ ഫോട്ടോയാണ്. ആ ചിത്രം നമുക്ക് ഒന്നുകൂടി കാണാം, ഒന്നുകൂടി കാണാം, കണ്ടു നോക്കാം. ആ ചിത്രം വ്യാജ ഫോട്ടോയാണോ? ആ ചിത്രം വ്യാജ ഫോട്ടോയാണോ? എന്തെങ്കിലും പറയാ. ആ ചിത്രം വ്യാജമാണോ? ആ ചിത്രം വ്യാജമാണോ? ആ ചിത്രം കാട്ടിയിട്ട് കാണിക്കാം. കാണൂ. ആ ചിത്രം വ്യാജമാണോ? ഈ ചിത്രം വ്യാജമാണ് എന്ന് നിജേഷ് അരവിന്ദിന് അഭിപ്രായമുണ്ടോ? അടൂർ പ്രകാശിന് അഭിപ്രായമുണ്ടോ? ആന്റോ ആന്റണിക്ക് അഭിപ്രായമുണ്ടോ? ആന്റോ ആന്റണിക്ക് അഭിപ്രായമുണ്ടോ? ഈ ചിത്രം വ്യാജമാണെന്ന അഭിപ്രായം കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? ചോദിക്കേ. കോൺഗ്രസ് പാർട്ടിയോടല്ലേ ചോദിക്കുന്നത്, വേറെ ആരോട് ചോദിക്കാൻ? ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടുവന്ന് നേതാക്കന്മാരെ ആക്ഷേപിക്കരുത്, അത്രേ ഉള്ളൂ. അത് ശരി, നിങ്ങൾക്ക് പരിഹസിക്കാം അല്ലേ? നിങ്ങൾക്ക് പരിഹസിക്കാം. അവർ തിരിച്ചു പരിഹസിച്ചാൽ കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് എന്ത് ജനാധിപത്യമാണ് നിജേഷ്? താങ്കളാണല്ലോ മുമ്പേ ഭയത്തെക്കുറിച്ചും പരിഹാസത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത്. അതേ നാണയത്തിൽ തിരിച്ചു കിട്ടുമ്പോ നമ്മളിങ്ങനെ പരിഭവിക്കരുത്, നമ്മളിങ്ങനെ അസ്വസ്ഥരാവരുത്. നിങ്ങൾ എന്നോടടക്കം പറഞ്ഞല്ലേ? ശരി, അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ. അതുകൊണ്ട് ഈ ചിത്രം കൊണ്ടൊന്ന് ഏശാൻ പോകുന്നില്ല. ആരും യേശുമോ യേശില്ല എന്നുള്ളതൊന്നും എന്റെ പ്രശ്നമല്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല. സാർ, ഞാൻ ചോദിച്ചിട്ടുമില്ല. ശ്രീ അനിൽകുമാർ പൂർത്തിയാക്കിയോ താങ്കൾ പറഞ്ഞത്? ശ്രീ അനിൽകുമാർ പൂർത്തിയാക്കിയോ? ചർച്ച നിങ്ങൾ എത്ര നീട്ടിക്കൊണ്ടുപോയാലും ശരി. ശ്രീ അനിൽകുമാർ, സോണിയാഗാന്ധിക്ക് തുരുമ്പെടുത്ത് പോയി. സോണിയാഗാന്ധിക്ക് തുരുമ്പെടുത്ത് പോയെന്നാണോ പറയുന്നത്? സോണിയാഗാന്ധിക്ക് തുരുമ്പെടുത്ത് പോയെന്നാണോ പറയുന്നത്? തുരുമ്പെടുത്തത് കൊണ്ടാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളന്മാർ കയറിയെന്ന് കൊണ്ടാണോ? നിങ്ങൾ എത്ര നാൾ അവിടെ താമസിച്ചു? അവിടെ ഇൻവേർഡ് രജിസ്റ്റർ ഉണ്ട്, ഔട്ട്വേർഡ് രജിസ്റ്റർ ഉണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ. അതെ. അപ്പൊ ഇൻവേർഡ് എത്ര ദിവസം അവിടെ പൂജ നടത്തി? എത്ര ദിവസം അവിടെ താമസിച്ചു? അവരൊക്കെ എല്ലാ ചാനലിലും പറയുന്നുണ്ട്. എല്ലാ ചാനലിലും വിളിച്ചു പറയല്ലേ? നിജേഷ്, ഈ പ്രശ്നം ഇവിടെ തീരും. കോൺഗ്രസ് പാർട്ടി വിചാരിച്ചാൽ മതി. കോൺഗ്രസിന്റെ പരമോന്നത നേതാവായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ ഈ കൊള്ളലാഭം ഉണ്ടാക്കിയ 3 പ്രതികൾ ഒരുമിച്ച് അവർക്കൊപ്പം നിൽക്കുന്നതിന് എങ്ങനെ ഇടവന്നു, എങ്ങനെ അനുമതി കിട്ടി? ഇത് കോൺഗ്രസ് പാർട്ടി ജനങ്ങളോട് പറഞ്ഞാൽ ഈ ചർച്ച അവിടെ തീരില്ലേ? നിങ്ങൾ പറയാതെ കോടതി പോകൂ, അല്ലെങ്കിൽ പോലീസിനെ വിടൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് ഇനി ആ ചോദ്യം വരും. ഇതേ സംഭവിക്കുന്നുള്ളൂ. ഞാൻ ലാലിലേക്ക് വരികയാണ്. ലാൽകുമാർ, ഈ ചർച്ച നീട്ടാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ആകാം. ചുരുക്കി അവിടെ ഞാൻ ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. രാഹുൽ ഈശ്വർ, താഴമൺ കുടുംബാംഗമായിട്ടുള്ള രാഹുൽ ഈശ്വർ ഈ കേസിന്റെ അസൈൻമെന്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ വീഴ്ചയ്ക്ക് തന്ത്രിയെ ബലിയാടാക്കി കുടുക്കിയാൽ എന്ന മട്ടിൽ രാഹുൽ ഈശ്വറിന്റെ ഒരു ചോദ്യം കൂടിയുണ്ട്. വളരെ ചുരുക്കി നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, രാഹുൽ ഈശ്വർ അത് പറഞ്ഞോട്ട് കാര്യം ചിറ്റപ്പനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതെന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കാര്യം കോടതിയുടെ മുന്നിൽ ഇതൊക്കെ എത്തുമല്ലോ.
പിന്നെ നികേഷ് ആദ്യം കളിയാക്കിയ ടോണൊക്കെ അങ്ങ് മാറിയല്ലോ. അതങ്ങനെ നികേഷിന് കളിയാക്കിയ ടോണൊക്കെ അങ്ങ് മാറിയത്? ഇതും കളിയാക്കിയ രീതിയിൽ അങ്ങ് എടുക്കരുതായിരുന്നോ? ഞങ്ങൾ കടകംപള്ളിയെ പറഞ്ഞപ്പം ഒരു തെളിവില്ലാതെ കടകംപള്ളിയെ പറഞ്ഞപ്പം നമ്മൾ മിണ്ടായിരുന്നില്ലേ? നിങ്ങൾ മിണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്കെങ്ങനെയാണ് മൂത്തത്? ഇത്രേ ഉള്ളൂ കാര്യം. സോണിയാഗാന്ധി മറുപടി പറയണം. നിങ്ങൾ 100 വട്ടമല്ല 50 വട്ടം ഇവിടെ കിടന്ന് അലച്ചാലും ആ ചോദ്യം അവിടെ തന്നെ നിൽക്കും. നികേഷിന് പിന്നെ സോണിയാഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്ത് വർത്താനം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അവിടെ പ്രശ്നം കാണാനില്ല. നിങ്ങൾ എത്ര ഒച്ച വെച്ചാലും അത് തന്നെയാ. നികേഷിനെക്കാട്ടിലും വൃത്തിയായിട്ട് ഒച്ച വെക്കാൻ എനിക്കറിയാം കേട്ടോ. നികേഷിനെക്കാട്ടിലും വെച്ചത്തിൽ ഒച്ച വെക്കാൻ എനിക്കറിയാം കേട്ടോ. നികേഷ് കാണിച്ചത് നികേഷ് അങ്ങനെ വലിയ ആളൊന്നും ആകണ്ട, അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. ചോദ്യം അവിടെ തന്നെ നിൽക്കും കേട്ടോ. ചോദ്യം അവിടെ തന്നെ നിൽക്കും. അത്ര തന്നെ ചോദ്യം നിൽക്കും. സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ ചോദ്യം അവിടെ നിൽക്കും നികേഷേ. ചോദ്യം അവിടെ നിൽക്കും നികേഷേ. ചോദ്യം നിൽക്കും അങ്ങനെ പറഞ്ഞോ. നിജേഷ് മാത്രം ഒച്ച വെക്കാറുള്ളൂ. എനിക്ക് അതിനേക്കാളും നല്ലതായിട്ട് ഒച്ച വെക്കാറിയാം കേട്ടല്ലോ. സോണിയാഗാന്ധി ഇവിടെ ആരാ കൊണ്ടുപോയെ പറ. മറുപടി പറ. ആരാ കൊണ്ടുപോയെ? നിജേഷ് മാത്രം ഒച്ച വെക്കാറിയുള്ളൂ. ഒച്ച വെച്ചാലൊന്നും ചില ചോദ്യങ്ങൾ ഇല്ലാതാവുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ദിവസമാണ്. തെളിവ് സഹിതമാണ് ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരര് പിടികൂടപ്പെട്ടത്, റിമാൻഡ് ചെയ്യപ്പെട്ടത്. തെളിവ് സഹിതം ആ റിമാൻഡ് റിപ്പോർട്ടിലൂടെ അടക്കം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയ വിവാദങ്ങൾ, വലിയ ആരോപണങ്ങൾ, മറുഭാഗത്തോ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന പ്രത്യേക അന്വേഷണം. കോടതി ഒരു ഘട്ടത്തിലും ആ അന്വേഷണത്തെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളൊന്നും മുഖവിലക്കെടുക്കുന്ന ഒരു സൂചന പോലും കോടതിയുടെ ഇടപെടലിൽ നിന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് മുമ്പിൽ വിശ്വാസ്യതയോടെ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വളരെ ശക്തമായ അനുഭവവും ഉദാഹരണവുമായി ശബരിമല തന്ത്രി തന്നെ, മുഖ്യപുരോഹിതൻ തന്നെ ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ ഇന്നിപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നു. അതാണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട സാഹചര്യം. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.